തുളസിത്തങ്ങളാണ്. തങ്ങളെക്കുറിച്ചൊന്ന് പ്രസംഗിച്ചതാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? സോണിയാഗാന്ധി, മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, ആ ശിഹാബ് തങ്ങളുടെ കർമ്മഫലത്തിലെ 25ാം എന്ന് പറയുന്ന ഒരു സംരംഭത്തിൽ കോഴിക്കോട് പങ്കെടുത്തപ്പോ അതിന്റെ പേരിൽ പറയൂ ശിഹാബ് തങ്ങളല്ല, സോണിയ തങ്ങൾ അല്ലേ? പറഞ്ഞില്ലേ? എഴുതിയില്ലേ? വേദനയുണ്ട് നമുക്ക്. എന്നാൽ അത് പറഞ്ഞ ആളുകൾ ഇന്ന് ആരപ്പാണ് ഇരിക്കുന്നത്? നിങ്ങൾ ആരാണ് ആ കാണുന്നത്? ആരാണ് ആ കാണുന്നത്? സയ്യിദ് ഖലീൽ തങ്ങൾ. തങ്ങൾ അപ്പുറത്ത് ഇപ്പുറത്തിരിക്കുന്ന ആരൊക്കെയാണ്? ഞാൻ പേരൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു പെണ്ണല്ല, 2 എണ്ണാണ് ഒപ്പരിക്കുന്നത്. ഒരു കുഴപ്പമില്ല. പാണക്കാട്ടെ തങ്ങളെ പറഞ്ഞതിന്റെ കുരുത്തക്കേട് അപ്പൊ കണ്ടുകൊണ്ടിരിക്കും. ഒരു പ്രശ്നമില്ല. ഇപ്പൊ എവിടെയും ഇരിക്കാം, എവിടെയും നിൽക്കാം. ഇനി കണ്ടോ നിങ്ങള്, രാഷ്ട്രീയത്തിന്റെ പേരിൽ നമ്മളെ കുറ്റപ്പെടുത്തിയ ആളുകൾ രാഷ്ട്രീയത്തിന് വേണ്ടി സ്ത്രീകളെ കയ്യും പിടിച്ചുകൊണ്ട് കെങ്ങല തീർക്കും. ഒരു കുഴപ്പമില്ല, ഒരു പ്രശ്നവുമില്ല. കയ്യും പിടിച്ചു നിൽക്കാൻ നോക്കൂ. നിങ്ങൾ ആരാണ് നിൽക്കുന്നത്? ഇവരുടെ അറിയപ്പെട്ട പ്രഭാഷകർ മുള്ളൂർക്കര മുഹമ്മദ് അലി ഖത്താബി. ഇവരുടെ കൈ എവിടെ നോക്കാണ്? സുന്നത്തെ മാറ്റ ശക്തിപ്പെടുത്താൻ എനിക്ക് രാഷ്ട്രീയം എന്താണെന്നൊക്കെ ഒരു രാഷ്ട്രീയം ഒരിക്കില്ല. ഒരു തെരഞ്ഞെടുപ്പ് മത്സരിക്കലുമില്ല, ആർക്കും ഒരു വോട്ട് ചെയ്യലില്ല. ഇപ്പൊ കഴിഞ്ഞ കടന്നെങ്കിൽ ഇന്ന് ആത്മാവുകൊണ്ട് പറയുന്നു, ഞങ്ങൾക്ക് ശംസുൽ ഉലമ പ്രശ്നമായിരുന്നില്ല. ശംസുലമയെ കുറിച്ച് ഇപ്പോൾ പറയുന്ന ശംസുലമ വലിയ മഹാനാ, കറാമത്തുള്ള മഹാനാ, അള്ളാഹുവിന്റെ അടുക്കൽ വലിയ സ്ഥാനമുള്ള മഹാനാ. നേരത്തെ മറ്റാൾ പ്രസംഗിച്ചെന്താ? ശംസുൽ ഉലമക്ക് വഴി തെറ്റിപ്പോയി. ഇപ്പോൾ പറയുന്നതോ ശംസുൽ ഉലമക്കൊന്നും തെറ്റിയിട്ടില്ല. ശംസുൽ ഉലമ വലിയ മഹാനായിരുന്നു, അള്ളാഹുവിന്റെ ഔലിയാക്കൽപ്പെട്ട മഹാനാ, കറാമത്തുള്ള മഹാനായിരുന്നു ശംസുൽ ഉലമ. അൽഹംദുലില്ലാഹ്, നമുക്ക് അഭിമാനിക്കാം. നമ്മുടെ വേദി ഒരുങ്ങിയിരിക്കുന്നത് ആ ശംസുൽ ഉലമയുടെ നാമധേയത്തിലാണ്. ഒരു കാലത്ത് ശംസുൽ ഉലമയെ തള്ളിപ്പറഞ്ഞ ആളുകൾ, ഒരു കാലത്ത് ശംസുൽ ഉലമയെ കുറ്റപ്പെടുത്തിയ ആളുകൾ, ഒരു കാലത്ത് ശംസുൽ ഉലമയെ പരിഹസിച്ച ആളുകൾ, ശംസുൽ ഉലമക്ക് സുന്നത്ത് ജമാഅത്തുമായി ബന്ധമില്ലെന്ന് പറഞ്ഞ ആളുകൾ, അവരുടെ നാവ് കൊണ്ട് തന്നെ അള്ളാഹു പറയിപ്പിച്ചിരിക്കുന്നു ശംസുൽ ഉലമ വലിയ മഹാനാണ്, ശംസുൽ ഉലമ വലിയ കറാമത്തുള്ള മഹാനാണ്, ശംസുൽ ഉലമയുടെ ജീവിതത്തിൽ വലിയ വിശുദ്ധി കൈവരിച്ച മഹാനായിരുന്നു ശംസുൽ ഉലമ. എന്തൊക്കെ പറഞ്ഞിപ്പോ പിന്നെ എന്തിനാ കൂട്ടരെ നിങ്ങൾ ആ ശംസുൽ ഉലമ വഴിയിൽ എന്ന് പറഞ്ഞു പോയത്? ഇപ്പൊ പറയണമെന്നാ, ഇപ്പൊ പ്രശ്നം ചെറുശ്ശേരി ഉസ്താദ് പ്രശ്നമുള്ള. ഈ ചെറുശ്ശേരി ഉസ്താദ് വഫാത്തായി കഴിഞ്ഞാലോ അള്ളാഹ് ചെറുശ്ശേരി ഉസ്താദ് ആരായിരുന്നു? വലിയും മിൻ ഔലിയാ ഇല്ലാ, അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ വലിയാണ്. ആദ്യത്തെ സുവനീർ ഓല വകയായിരിക്കും, ഫസ്റ്റ് സ്മരണിക ഓലാണ് അല്ലേ? വഫാത്തായി കഴിഞ്ഞ ഒരാളാണ്. അപ്പൊ കാളമ്പാടി ഉസ്താദ് നോക്കിയത്, കാളമ്പാടി ഉസ്താദിനെ കുറിച്ച് ചിന്തവർ വന്നത് കാളാന്ന് പറഞ്ഞ ആൾക്കാരാണ്. ഇപ്പൊ പറഞ്ഞ കാളമ്പാടി ഉസ്താദ് വലിയ പണ്ഡിതനായിരുന്നു, വലിയ മഹാനായിരുന്നു. മരിക്കണം എന്ന വലിയ മഹാനാണ്. കൂട്ടരെ മരിച്ചതിന്റെ ശേഷമല്ല, ജീവിക്കുന്ന കാലത്ത് തന്നെ അവരെ ബന്ധപ്പെടാനും അവരുടെ പൊരുത്തം വാങ്ങാനും അവരുടെ കുരുത്തങ്ങാനും ശ്രമിക്കോ. അതാണ് പരകത്ത് രക്ഷപ്പെടാനുള്ള ഏകമാർഗം. ജീവിക്കുന്ന കാലത്ത് അവരെ വെറുപ്പിട്ടോ, അവരെ വേദനിപ്പിച്ചിട്ട്, അവരെ കുറ്റപ്പെടുത്തിയിട്ട്, അവരെ പരിഹസിച്ച് പ്രസംഗിക്കുകയും എഴുതുകയും ചെയ്തിട്ട് അവർ വഫാത്തായതിനു ശേഷം പിന്നെ കുറെ മധുര പറഞ്ഞതുകൊണ്ട് കാര്യമില്ല.
വളരെ ഗൗരവത്തോടെ ശ്രദ്ധിക്കേണ്ട കാര്യമാ. കണ്ടോ ഇപ്പൊ ശിഹാബ് തങ്ങളെ കുറിച്ചൊക്കെ, പഴയ കാലത്ത് ശിഹാബ് തങ്ങളെ കുറിച്ച് സുബ്ഹാനല്ലാഹ് എന്തൊക്കെയാ ഒരു കാലത്ത് പ്രസംഗിച്ചത്. ഇപ്പൊ ശിഹാബ് തങ്ങൾ വലിയ മഹാനാ. ശിഹാബ് തങ്ങൾ അല്ലാഹുവിനടുക്ക സ്ഥാനമുള്ള വലിയ പണ്ഡിതനാ. ഒരു കാലത്ത് ശിഹാബ് തങ്ങളെ കുറിച്ച് എന്തൊക്കെ എഴുതിയത് മാത്രമല്ല, ശിഹാബ് തങ്ങളുടെ മുഖം തലക്കീയായി പ്രസിദ്ധീകരിച്ചില്ലേ. നമുക്കെത്ര വേദനയുണ്ട്. പാണക്കാട്ടെ തങ്ങളുടെ ശിരസദാ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ തലക്കീയായിക്കൊണ്ട് പ്രസിദ്ധീകരിക്കുന്നു. പാണക്കാട്ടെ തങ്ങളെ അവരെ പ്രസിദ്ധീകരണത്തിന്റെ കവർ പേജിൽ തന്നെ തലക്കീയായിക്കൊണ്ട് പ്രസിദ്ധീകരിച്ചു. ഇത് കണ്ടവിടുത്തെ മുസ്ലിമീങ്ങൾ മാത്രമല്ലല്ലോ, ആ മുസ്ലിമീങ്ങൾ പോലും വേദനിച്ചില്ലേ. ആ മുസ്ലിമീങ്ങൾ പോലും പറഞ്ഞല്ലേ, ദൈവമേ ആരാണ് പാണക്കാട്ടെ തങ്ങളുടെ മുഖം ഇவ்விதം വികൃതമാക്കിയിരിക്കുന്നത്. പാണക്കാട്ടെ തങ്ങളെ തലക്കീയായിക്കൊണ്ട് പ്രസിദ്ധീകരിക്കുക എത്ര വേദന ഉണ്ടാക്കുന്ന വിഷയമായിരുന്നു, എത്ര പ്രയാസമുണ്ടാക്കുന്ന കാര്യമായിരുന്നു. അത് കഴിഞ്ഞു മാസങ്ങൾ പിന്നിട്ടപ്പോഴേക്കല്ലേ പാണക്കാട് സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങളെ കഷ്ണം കഷ്ണമാക്കി ചിത്രീകരിച്ചുകൊണ്ട് പാണക്കാട്ടെ തങ്ങളുടെ തലയതാ കഷ്ണങ്ങളാക്കി മുറിച്ചുകൊണ്ടതാ വീണ്ടും കളർ ഫോട്ടോ പ്രസിദ്ധീകരിക്കുന്നു. അതൊക്കെ ഉണ്ടായില്ലേ? ഇതൊക്കെ കേരളത്തിൽ നടന്നതല്ലേ? പാണക്കാട്ടെ തങ്ങളെ എത്രത്തോളം വേദനിപ്പിച്ചു പോയി. പാണക്കാട്ടെ കുടുംബത്തിന് എന്തൊക്കെ പറഞ്ഞ് കളിയാക്കിപ്പോയി. ഇപ്പോഴതാ അൽഹംദുലില്ലാഹ് പറയാൻ തുടങ്ങിയിരിക്കുന്നു, പാണക്കാട്ടെ തങ്ങന്മാര് നല്ലവരാ. പറഞ്ഞറിയോ, ഹൈദർ ശബ്ദം ശരിയല്ല, മരണപ്പെട്ടെന്നാവും. ഇപ്പൊ അടുത്ത് പ്രസംഗിച്ചല്ലോ കാന്തപുരം. കേരളത്തിൽ നടക്കുന്ന എല്ലാ പ്രശ്നത്തിന്റെ പിന്നിലെ കാരണക്കാരൻ സയ്യിദ് ഹൈദർ ശാബ് തങ്ങളാണ്. ഹൈദർ തങ്ങൾ വഫാത്തായാലോ പടച്ചൊമ്പനാലെ ഹൈദർ തങ്ങളെ പോലെ മഹാനുണ്ടോ കണ്ണങ്ങൾ പാണക്കാട്ടെ തങ്ങളെ മുഖം കാണിച്ചിരിക്കുന്നത്. അവരെ പ്രസിദ്ധീകരണത്തിന്റെ കവർ കട്ടിൽ കണ്ടോ? കഷ്ടമായി. അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബത്തെയല്ലേ സ്വീകരിക്കുന്നത്. സയ്യിദുനാ സിദ്ദീഖ് തങ്ങൾ പറഞ്ഞില്ലേ, ഉർത്തുബു മുഹമ്മദൻ ഫീ അഹ്ലി ബൈത്തി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിങ്ങൾ ബഹുമാനിക്കേണ്ടത്, ശ്രദ്ധിക്കേണ്ടത്, ഗൗനിക്കേണ്ടത് തന്റെ കുടുംബത്തിന്റെ വിഷയത്തിലാ. റസൂലുള്ളാഹി എന്ന് പറഞ്ഞില്ലേ, അല്ലാഹ ഫീ അഹ്ലി ബൈത്തി. എന്റെ കുടുംബത്തിന്റെ വിഷയത്തിൽ നിന്ന് അള്ളാഹുവിനെ സൂക്ഷിക്കണേ, അള്ളാഹുവിനെ സൂക്ഷിക്കണേ. പുണ്യനബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, എന്റെ കുടുംബത്തിന്റെ വിഷയത്തിൽ അള്ളാഹുവിനെ സൂക്ഷിക്കണേ, അള്ളാഹുവിനെ സൂക്ഷിക്കണേ. ലോകം കണ്ട മഹാന്മാർക്കൊക്കെ ഉണ്ടായ ഗുണമെന്താ? ഹുബ്ബ് ആലിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹിന്റെ കുടുംബത്തെ ഇഷ്ടപ്പെട്ടു എന്നുള്ളതല്ലേ. ലോകം കണ്ട മഹാനായ പണ്ഡിതൻ സയ്യിദുനാ ഇമാമുന ശാഫിഈ തങ്ങളുടെ ഏറ്റവും വലിയ ഗുണമെന്താ? റസൂലുള്ളാഹിന്റെ കുടുംബത്തെ ഏറെ ഇഷ്ടപ്പെട്ടു, ആലിമീങ്ങളേറെ ബഹുമാനിച്ചു എന്നുള്ളതല്ലേ. ഇവർക്കുള്ള ഗുണമെന്താ? ഈ ആലിമീങ്ങളെ അവരെ ചീത്ത പറഞ്ഞു, പാണക്കാട്ടെ തങ്ങന്മാരെ കുറ്റപ്പെടുത്തി. എന്നിട്ട് ഇപ്പൊ പറയണവരൊക്കെ നല്ലവരാണ്. ശംസുലുമയെ കുറിച്ച് ഇപ്പൊ പറഞ്ഞു കേട്ടുള്ളത്. ഇപ്പൊ പറയുന്നു ശംസുൽ വലിയ മഹാനാണ്. പറയട്ടെ, ശംസുലുലമയെ ശംസുൽ പ്രൊട്ടക്ഷൻ കൊടുക്കുകയും കാവൽ നിൽക്കുകയും ചെയ്ത കാന്തപുരം ഉസ്താദിൽ നിന്ന് അടർത്തി മാറ്റി തങ്ങളുടെ അസൂയയും അഹന്തയും തങ്ങളുടെ കാപട്യങ്ങളും ചെലവാക്കാൻ മുസ്ലിം സമുദായത്തിൽ വ്യക്തിത്വമുള്ള ഒരു പണ്ഡിതൻ ആവശ്യമാണ് എന്ന് മനസ്സിലാക്കി ആ ശംസുലുലമയെ ബലിയാടാക്കുകയായിരുന്നു ഈ കക്ഷികൾ. ഇത് ശരിക്കും മനസ്സിലാക്കിയത് ആരാണ്? എസ്കക്കാരന്റെ ഭാഷയിൽ തന്നെ ഞാൻ പറയട്ടെ, കറാമത്തുള്ള പണ്ഡിതനായ ശംസുൽ ഉലമാ. ആര്? കറാമത്തുള്ള പണ്ഡിതനായ ശംസുൽ ഉലമാ. നിങ്ങളെ നാവ് കൊണ്ട് ഇപ്പൊ അല്ലാഹു പറയിപ്പിച്ചു. ഈ സാധു കർണാടകയിൽ പോയി പ്രസംഗിക്കുകയാണ്. ഇയാൾ വിചാരിച്ചിട്ടുണ്ടാ കർണാടകയിലല്ലേ, കേരളത്തിൽ നമ്മളറിയില്ലല്ലോ. സഖാഫി ആ കാലൊക്കെ കഴിഞ്ഞു. കർണാടകയിൽ പ്രസംഗിക്കുമ്പോൾ തന്നെ കേരളത്തിൽ കിട്ടുന്ന കാലഘട്ടമാ. കർണാടകയിൽ പോയിട്ട് പറയുന്നു, ശംസുൽ ഉലമ ഞങ്ങളുടെ ആളാ, കറാമത്തുള്ള മഹാനാ. അങ്ങനെ
പണ്ഡിതന്മാരുടെ ജീവിതത്തിൽ വന്നുപോകുന്ന സല്ലത്തുകൾ, അവരുടെ പണ്ഡിതന്മാരുടെ ജീവിതത്തിൽ വരുന്ന കാലിടർച്ചകൾ മരിക്കുന്നതിന് മുമ്പ് തന്നെ അള്ളാഹു കഴുകിക്കളയുന്നതാണ്. ഓ മുസ്ലിംകളെ, മഹാനായ ശംസുൽ ഉലമയുടെ പേരും പറഞ്ഞ് ഇനിയൊരു മുസ്ലിമിന്റെ രക്തം ഈ രാജ്യത്ത് ചിന്താൻ പാടില്ല. ആരാ സക്കാഫി ചിന്തിക്കളഞ്ഞത്? ഞങ്ങളാണോ? അല്ലല്ലോ. ഈക്കാര് ശരിയല്ല, ഈക്കെ വിഭാഗം ശരിയല്ല എന്ന് പറഞ്ഞിട്ടല്ലേ മഹല്ലിൽ ഭിന്നിപ്പുണ്ടാക്കിയത്, എന്ന് പറഞ്ഞിട്ടല്ലേ മദ്രസ വേറെ ഉണ്ടാക്കിയത്. ഈക്കെ എന്ന് പറഞ്ഞ് ആ മഹാനെ തരം താഴ്ത്തിയത് നിങ്ങളല്ലേ. ശംസുൽ ഉലമയുടെ പേരും പറഞ്ഞുകൊണ്ടൊരു മഹല്ലത്തിനും ഇനി അടിയുണ്ടാകാൻ പാടില്ല. ആരാ സക്കാഫി അടിയുണ്ടാക്കിയത്? ഞങ്ങളല്ലല്ലോ. ശംസുൽ ഉലമ ശരിയല്ല, ഈക്കാര് ശരിയല്ല എന്ന് പറഞ്ഞ് അടിയുണ്ടാക്കിയത് നിങ്ങളല്ലേ. ിക്കുന്നതിന്റെ മുമ്പ് മഹാനായ ശംസുൽ ഉലമ ഈ രാജ്യത്തെ മുസ്ലിങ്ങളോട് ഞാനിതിൽ നിന്ന് ഒഴിവാണ്. ശംസുൽ ഉലമ മരിക്കുന്നതിന് പറഞ്ഞത് ഞാൻ സമസ്തയിൽ നിന്ന് ഒഴിവാണ്. ഇതാരോടാണോ പറഞ്ഞാണോ ശംസുൽ ഉലമ പറഞ്ഞത്? കേട്ടില്ല? ഒന്നിനു നിർത്തി. ഞാനിതിൽ നിന്ന് ഒഴിവാകല്ലത്തിനും ഇനി അടിയുണ്ടാകാൻ പാടില്ല. കാരണം മരിക്കുന്നതിന്റെ മുമ്പ് മഹാനായ ശംസുൽ ഉലമ ഈ രാജ്യത്തെ മുസ്ലിങ്ങളോട് ഞാനിതിൽ നിന്ന് ഒഴിവാണ് എന്ന കാര്യം പറഞ്ഞുകൊണ്ടാണ് അവിടുന്ന് മരിച്ചുപോയത്. ആരോടാ സക്കാഫി ശംസുൽ ഉലമ പറഞ്ഞത്? നിങ്ങളെപ്പോ വിളിച്ച് പറഞ്ഞതാണോ? ശംസുൽ ഉലമ മരിക്കാൻ കിടക്കുന്ന സമയത്ത് പറഞ്ഞുവത്രേ, ഞാൻ സമസ്തയിലില്ല. പിന്നെ ആരപ്പാണ് മറ്റാളപ്പേ? ശംസുൽ ഉലമ, കറാമത്തുള്ള ശംസുൽ ഉലമ. കറാമത്തുള്ള ശംസുൽ ഉലമ മരിക്കുന്ന സമയത്ത് പറഞ്ഞുവത്രേ, ഞാൻ ഇതിന്ന് ഒഴിവാ. സുബ്ഹാനല്ലാഹ്. എന്തിനാ സഹോദരങ്ങളെ ഈ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നത്? ശംസുൽ ഉലമ വഫാത്തിന്റെ സമയത്ത് കൂടെയുണ്ടായിരുന്നവർക്കറിയില്ലേ, തന്റെ ശിഷ്യഗണങ്ങൾക്കറിയില്ലേ, തന്നെ സ്നേഹിച്ച തന്റെ പ്രസ്ഥാനത്തെ സ്നേഹിച്ച ആളുകൾക്കറിയില്ലേ, അവസാന സമയം വരെ സമസ്തയ്ക്ക് വേണ്ടി ശബ്ദിച്ച് അവസാന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ടല്ലേ ശംസുൽ ഉലമ വിട പറഞ്ഞത്. ഇപ്പൊ ഇവര് പറയാ ശംസുൽ ഉലമ ഞങ്ങളാളാണ്. നിങ്ങൾ എന്താ ആദ്യം പറഞ്ഞത്? അത് ഓർമ്മ വേണം. അതെന്താ പറഞ്ഞത്? ശംസുൽ ഉലമക്ക് വഴി പിഴച്ചു പോയി. ഇപ്പൊ പറയുന്നതോ ശംസുൽ ഉലമ ഞങ്ങളാളാണ്. ഇനി കണ്ണിയത്ത് ഉസ്താദോ? കണ്ണിയത്ത് ഉസ്താദിനെ കുറിച്ച് ഇപ്പൊ പറയുന്നത് വലിയ മഹാൻ. കണ്ണിയത്ത് ഉസ്താദ് ജീവിതത്തിൽ ഒരു തെറ്റുപോലും ചെയ്യാത്ത മഹാനാ. വലിയ സൂക്ഷ്മത കൈവരിച്ച മഹാനാണ് കണ്ണിയത്ത് ഉസ്താദ്. ആര് പറയുന്നു? ഇപ്പൊ ഇവരുടെ വാടക പ്രഭാഷകന്മാർ പറയുന്നു കണ്ണിയത്ത് ഉസ്താദ് വലിയ മഹാനാണ്. പിന്നെ എന്തിനാ കൂട്ടരങ്ങൾ പോയത്? എന്തിനാ നിങ്ങൾ വേറെ സമസ്ത ഉണ്ടാക്കിയത്? കണ്ണിയത്ത് ഉസ്താദ് പ്രസിഡന്റ് ആകുമ്പോഴല്ലേ നിങ്ങളൊരു സമസ്ത ഉണ്ടാക്കിയിട്ട് ആ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഒരാൾ അവരോധിച്ചത്? ശംസുൽ ഉലമ ജനറൽ സെക്രട്ടറി ആകുമ്പോഴല്ലേ അത് ശരിയല്ലെന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ ജനറൽ സെക്രട്ടറി ആയിക്കൊണ്ട് വേറെ സമസ്ത ഉണ്ടാക്കിയത്? എന്നാ കണ്ണിയത്ത് ഉസ്താദിനെ കുറിച്ച് ഇപ്പൊ പറഞ്ഞോട്ടുള്ളൂ. ഇപ്പം നോക്കൂ നിങ്ങൾ, ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് അല്ലാഹു ദറജ ഉയർത്തിക്കൊടുക്കട്ടെ, ജീവിതത്തിൽ ഏറ്റവും വലിയ സൂക്ഷ്മത കാണിച്ച പണ്ഡിതനാണ്. അതേ ആ പണ്ഡിതനെക്കെതിരിലാണ് നിങ്ങൾ കേസ് കൊടുത്തതും. ജീവിതത്തിൽ വലിയ സൂക്ഷ്മത പാലിച്ച മഹാനാണ് കണ്ണിയത്ത് ഉസ്താദ്. ആ കണ്ണിയത്ത് ഉസ്താദിനെയാണ് ഒന്നാം പ്രതിയാക്കി കേസ് കൊടുത്തത്. പറയട്ടെ കണ്ണിയത്ത് ഉസ്താദിന്റെ മഹത്വം. കണ്ണിയത്ത് ഉസ്താദിന്റെ ജീവചരിത്രം പറയുന്നത് അവിടുന്ന് മിസ്കാത്ത് ഓതിക്കൊടുത്തിട്ടില്ല. എന്റെ കാരണം അർത്ഥം വെക്കാനും വിശദീകരിക്കാനും കഴിയാഞ്ഞിട്ടല്ല, ഒരു ഗുരുമുഖത്തിൽ നിന്ന് മിസ്കാത്ത് ചൊല്ലിപ്പഠിക്കാൻ അവസരം കിട്ടാത്തത് കൊണ്ട് ആ മിസ്കാത്ത് ഒരു കുട്ടിക്ക് കണ്ണിയത്ത് ഉസ്താദ് ഓതിക്കൊടുത്തില്ല. ഇത്രത്തോളം സൂക്ഷ്മത കാണിച്ച കണ്ണിയത്ത് ഉസ്താദ്. അതേ ആ കണ്ണിയത്ത് ഉസ്താദിനില്ല നിങ്ങൾ ഒന്നാം പ്രതിയായി കേസ് കൊടുത്തത്. എത്രത്തോളം
മിഷ്കാത്ത് കണ്ണിയത്ത് ഉസ്താദ് ഓതിക്കൊടുക്കാതിരിക്കാൻ കാരണമെന്താ? സക്കാഫി പറഞ്ഞില്ലേ, മിഷ്കാത്ത് ഓതിക്കൊടുക്കാൻ അറിയാത്തത് കൊണ്ടല്ല, മിഷ്കാത്ത് നേരിട്ട് ഉസ്താദിന് നോതാത്തത് കൊണ്ട്. ഇനി ഓതിക്കൊടുക്കുമ്പോ അറിയാതൊരു തെറ്റ് സംഭവിച്ചു പോയാലോ? ഇത് ചിന്തിച്ച കണ്ണിയത്ത് ഉസ്താദ് മിഷ്കാത്ത് പോലും ഓതിക്കൊടുത്തിട്ടില്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ആ കണ്ണിയത്ത് ഉസ്താദ് ഒരു തെറ്റ് ചെയ്യുമോ? ആ കണ്ണിയത്ത് ഉസ്താദ് ശരിയല്ലെന്ന് പറഞ്ഞിട്ടല്ലേ കണ്ണിയത്ത് ഉസ്താദിന് കേസ് കൊടുത്തത്? സുബ്ഹാനല്ലാഹ്. കോടതിയിൽ കേസ് ഫയൽ ചെയ്തപ്പോ ഈ വിവരം കണ്ണിയത്ത് ഉസ്താദ് അറിഞ്ഞപ്പോ ജീവിതത്തിൽ സൂക്ഷ്മത പാലിച്ച കണ്ണിയത്ത് ഉസ്താദ് അല്ലാഹുവേ അടുത്തുപോയ കണ്ണിയത്ത് ഉസ്താദ്, ജീവിതത്തിൽ എപ്പോഴും ഇബാദത്തിൽ കഴിഞ്ഞുപോയ കണ്ണിയത്ത് ഉസ്താദ് തനിക്കതിൽ കേസ് കൊടുത്തോന്നുള്ള വിവരം കേട്ടപ്പോ സുബ്ഹാനല്ലാഹ് പൊട്ടിപ്പൊട്ടി കരഞ്ഞുപോയില്ലേ? തന്റെ കൂടെയുള്ളവരോട് പറഞ്ഞില്ലേ, എന്നെ പോലീസ് വന്ന് പിടിച്ചു കൊണ്ടുപോകുമോ? കണ്ണിയത്ത് ഉസ്താദിന്റെ പേടി എന്താ? എന്നെ കൊണ്ടുപോയി ജയിലിലിട്ടാൽ എന്റെ ഗൾഫിലേക്കുള്ള പോക്ക് മുടങ്ങുമല്ലോ, പിരിവ് മുടങ്ങുമല്ലോ. ഇതല്ല കണ്ണിയത്ത് ഉസ്താദ് ചിന്തിച്ചത്. മറിച്ച് കണ്ണിയത്ത് ഉസ്താദ് ചിന്തിക്കുന്നു, അല്ലാ എന്നെ കൊണ്ടുപോയി ജയിലിലിട്ടാൽ, എന്നെ കൊണ്ടുപോയി തടവറയിലാക്കിയാൽ എന്റെ ഇബാദത്തുകൾക്ക് കോട്ടം വരുമല്ലോ, കിതാബ് ഓതിക്കൊടുക്കാൻ കഴിയില്ലല്ലോ, ദർസ് നടത്താൻ കഴിയില്ലല്ലോ. ഇതാലോചിച്ച് കണ്ണിയത്ത് ഉസ്താദ് പൊട്ടിപ്പൊട്ടിക്കരഞ്ഞുപോയി. ആ കണ്ണിയത്ത് ഉസ്താദല്ലേ കോഴിക്കോട് ചൂണ്ട് ദുആ ചെയ്തു, അല്ലാ സമസ്തക്കതിൽ കേസ് കൊടുത്തവരുടെ മുഖം കെടുത്തണേ അല്ലാ. അള്ളാഹുലേക്ക് അടുത്തൊരു മഹാൻ അങ്ങനെ ചോദിച്ചാൽ പുണ്യനബി എന്തേ പറഞ്ഞത്? ഖുദ്സിയായ ഹദീസിലൂടെ അല്ലാഹ് രേഖപ്പെടുത്തിയില്ലേ, വഇൻ സഅലനി, എന്നോടെങ്ങാനും ചോദിച്ചു കഴിഞ്ഞാൽ ലഊതിയന്നഹു, കൊടുക്കുക തന്നെ ചെയ്യുമെന്നല്ലേ. പടത്തുവരെ സമസ്തക്കതിൽ കേസ് കൊടുത്തുള്ള മുഖം കെടുത്തനെ അല്ല, അതെന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതല്ലേ സംഭവിച്ചത്? അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടുവന്നത്, സമസ്തന്റെ ആലിമ്യങ്ങൾ ശരിയല്ല, അവർക്ക് സുന്നത്തമായിട്ടില്ല. കണ്ണിയത്ത് ഉസ്താദിനെ ശംസുലിനെ പോക്ക് ശരിയില്ലെന്ന് പറഞ്ഞിട്ട് ഒരു മേനോൻ സമസ്ത ഉണ്ടാക്കിയ ആളുകൾ ഇപ്പൊ പറയുന്ന കണ്ണിയത്ത് ഉസ്താദ് വലിയ മഹാനാണ്, ശംസുൽ വലിയ മഹാനാണ്. അപ്പൊ ഒന്നാമത്തെ പ്രശ്നം അതിരുന്നത് ബിദ്അത്തുകാരുമായിട്ടുള്ള ബന്ധം. അത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി രണ്ടാമത്തെ പ്രശ്നം പറഞ്ഞാ, സമസ്ത ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെ വാലാട്ടിയാണ്. എന്തായാലും കാരണം പറഞ്ഞത്, സമസ്ത ലീഗിന്റെ പിന്നാലെയാണ്. സമസ്തക്ക് അന്നും ഒരു രാഷ്ട്രീയ നിലപാടുണ്ട്, ഇന്നും ഒരു നിലപാടുണ്ട്. സമസ്ത അവിടുന്ന് ഇവിടുന്ന് മാറിയിട്ടില്ല. അതെല്ലാവർക്കും അറിയുന്ന കാര്യം. അതെന്താ നിലപാട്? എല്ലാവർക്കും അറിയുന്ന നിലപാടാണല്ലോ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയോട് വിധേയത്വമോ വിദ്വേഷമോ ഇല്ല. മതപരമായിക്കൊണ്ട് ക്ഷീണം ചെയ്യാത്ത ഏത് പാർട്ടിയുമായിക്കൊണ്ട് സമസ്തയിൽ പ്രവർത്തിക്കുന്നവർക്ക് പ്രവർത്തിക്കാൻ ഒരു പ്രശ്നമില്ല. അതല്ലേ സമസ്ത നിലപാട്. എന്നല്ലാതെ സമസ്തയുടെ ഔദ്യോഗികമായിക്കൊണ്ടൊരു വ്യക്തിക്ക് ഔദ്യോഗിക സമസ്തയുടെ പദവി വെച്ചുകൊണ്ട് രാഷ്ട്രീയ പാർട്ടിയുടെ ബന്ധമല്ല. അതോടൊപ്പം തന്നെ സമസ്തയുടെ പ്രസിഡന്റിന് ഏത് പാർട്ടിയിലാവാം, സെക്രട്ടറിക്ക് ഏത് പാർട്ടിയിലാവും, ഒരു കുഴപ്പമില്ല. പക്ഷെ സമസ്തന്റെ ബോർഡും വെച്ചിട്ട്, സമസ്തന്റെ പേരും വെച്ചിട്ട് നിങ്ങൾക്ക് ഇന്ന പാർട്ടി ആവണം ഇത് പറയാൻ പറ്റില്ല. എന്നാൽ അതിന്റെ പേരിൽ സമസ്തയിൽ പോയാണ് അത് പിന്നെ രാഷ്ട്രീയങ്ങളിക്കല്ലേ. അയാൾ തെരഞ്ഞെടുപ്പ് വരുമ്പോഴൊക്കെ പറയും നമ്മളെ വോട്ട് കൊണ്ട് എല്ലാവരും ജയിക്കാം. എന്നാൽ തെരഞ്ഞെടുപ്പിന് മുമ്പും ചോദിക്കും നിങ്ങൾ ആർക്കാ വോട്ട് ചെയ്യണത്? അതൊക്കെ നമ്മളെ അനുയായികൾക്ക് അറിയുന്നതാണ്. തെരഞ്ഞെടുപ്പിന് കഴിഞ്ഞിട്ട് ഫലം വന്നു കഴിഞ്ഞാലോ, അതാണ് നമ്മളോട് കളിച്ചാൽ അങ്ങനെ ഉണ്ടാവും. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കഥാപാത്രത്തിലുള്ള എട്ടുകാലി മമ്മൂഞ്ഞിന്റെ അവസ്ഥ. എട്ടുകാലി ഇങ്ങനെ ഓരോ കുട്ടികളുണ്ടാകുമ്പോൾ പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടാകും, നമ്മളോട് കളിച്ചാൽ അതൊക്കെ നമ്മളെ കുട്ടികളാണ്. ഫലം വന്നവരാണ്. ഇപ്പൊ കണ്ടില്ല, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കേരളത്തിലെ 2 മണ്ഡലങ്ങളിൽ ഏറെ ചർച്ച ചെയ്യുന്ന 2 മണ്ഡലങ്ങൾ, ഒന്നാണ് നിങ്ങളുടെ മണ്ഡലമായ പൊന്നാനി. ഈ പൊന്നാനി മണ്ഡലത്തിൽ അവരെന്താ ചെയ്തത്? പ്രത്യക്ഷമായി തന്നെ ഒരു വ്യക്തിക്ക് വേണ്ടി വോട്ട് പിടിക്കാൻ ഇറങ്ങിയില്ലേ? വോട്ട് പിടിക്കാൻ ഇറങ്ങിയത് മാത്രമല്ല, ഇവരെ പ്രസിദ്ധീകരണത്തിന് എഴുതി അറിയോ? ഡോക്ടർ ഹുസൈൻ എണ്ടത്താണി കണ്ണിയത്ത് ഉസ്താദിന്റെ സ്ഥാനാർത്ഥി. ഹുസൈൻ എണ്ടത്താണി കണ്ണിയത്ത് ഉസ്താദിന്റെ സ്ഥാനാർത്ഥി.
എന്നിട്ടോ പിന്നെ അവരെഴുതിയെന്താ 72,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലേക്ക് ഡോക്ടർ ഹുസൈൻ കണ്ടത്താണ് ജയിക്കുന്നത്. 72,000 വോട്ടിന്റെ ഭൂരിപക്ഷം. എത്ര കറക്റ്റ് ആക്കണമെങ്കിൽ 70,000 അല്ല 80 അല്ല, പിന്നെ 72,000 വോട്ടുണ്ട്. ഞാനൊക്കെ അങ്ങനെ ആലോചിച്ചു, ഈ കണക്ക് ഇത്ര കറക്റ്റായിട്ട് അങ്ങനെ കിട്ടിയിരുന്നു. 72,000 വോട്ടെന്നൊക്കെ പറഞ്ഞ ചെറിയ വിഷയമല്ലോ. ഇവരെ കൂട്ടത്തിൽപ്പെട്ട ഒരു പണ്ഡിതൻ ഹുസൈൻ കണ്ടത്തനെ കണ്ടപ്പോ പറഞ്ഞു, വാ എം പി ആണെന്നങ്ങനെ എം പി എന്ന് വിളിക്കുന്നത്. പിന്നെ ഉറപ്പായല്ലോ, സ്വപ്നോടെയല്ലേ, പറയും വേണ്ട അല്ലേ? എല്ലാവർക്കും അറിയില്ലേ എത്ര പള്ളികളിലാണ് കുത്തുബിയത്ത് നടന്നത്, എത്ര പള്ളികളിലാണ് നാരിയസ്സലാത്ത് ചൊല്ലിയത്, എത്ര പള്ളികളിലാണ് സ്വലാത്ത് ചൊല്ലിയത്. എന്തിനു വേണ്ടിയാ? ഈ രണ്ടത്താണ്ട് വിജയത്തിന് വേണ്ടി. ഫലം വന്ന് നോക്കുമ്പോഴോ അതുപോയി അല്ലേ? അതല്ല ഉണ്ടായത്. പക്ഷെ തെരഞ്ഞെടുപ്പ് വന്ന് പറഞ്ഞെന്താ, ഞങ്ങൾ അങ്ങനെ ആര് വോട്ട് ചെയ്യാനൊന്നും പറഞ്ഞിട്ടില്ല, ഞങ്ങളുടെ സ്ഥാനാർത്ഥിയുമല്ല ഹുസൈൻ കണ്ടത്താണ്. മലപ്പുറത്ത് വെച്ച് നിങ്ങൾക്ക് അറിയില്ലേ, മലപ്പുറം സ്വലാത്ത് നഗറിലല്ലേ ഒരു ഭാഗത്ത് ഹുസൈൻ കണ്ടത്താണി വരുത്തി, ഒരു ഭാഗത്ത് TKMC വരുത്തി കാന്തപുരം പ്രസംഗിച്ചത്. സുന്നികളെ കത്തികൊണ്ട് കുത്തിയവരെ വിരലുകൊണ്ട് കുത്തണമെന്ന് പ്രസംഗിച്ചത്. എന്നിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് രാഷ്ട്രീയമല്ല, ജയിച്ചാലോ ഞങ്ങളാണ്. ഇപ്പൊ കണ്ടില്ല, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് ജയിച്ചു. 24 സീറ്റ് മത്സരിച്ച് മുസ്ലിം ലീഗ് 20 സീറ്റും ജയിച്ചു. അപ്പൊ ഒരു രംഗത്ത് പറഞ്ഞെന്താ, മുസ്ലിം ലീഗ് ജയിച്ചു, തൊക്കെ ജയിച്ചു, ഞങ്ങൾ വോട്ടുണ്ടാകും. എത്ര സ്ഥലത്ത് അവർ മുസ്ലിം ലീഗ് വോട്ട് ചെയ്യാറുള്ളത്? അവനാണ് മണ്ഡലം ചിന്തിച്ച പോരെ അല്ലെ? കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 24 സീറ്റിൽ ലീഗ് മത്സരിച്ചപ്പോൾ 20 സീറ്റിൽ ലീഗ് ജയിച്ചു. ജയിച്ചപ്പോൾ ഇവർ പറഞ്ഞെന്താ, ലീഗ് ജയിച്ചോടത്തൊക്കെ ജയിച്ചത് ഞങ്ങളുടെ വോട്ട്. തോറ്റെടുത്തോ അതിന് ചോദ്യമില്ല, തോൽക്കാലകാരൻ ചോദിക്കരുത്, ജയിച്ചോടത്തൊക്കെ മൂപ്പര് വോട്ട്. ഇനി നോക്കിക്കോളി, 16-ാം തീയതി റിസൾട്ട് വന്നാൽ 17-ാം തീയതി പത്രസമ്മേളനം നടത്തും. അവിടെ ജയിച്ചത് നമ്മൾ വോട്ടുണ്ട്, ഇവിടെ ജയിച്ചത് നമ്മൾ വോട്ടുണ്ട്. തോറ്റെടുത്തോളം ചർച്ച കേട്ടോളൂ. നിങ്ങൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ നമ്മൾ പുറത്തു പോയതൊക്കെ ഉൾക്കൊള്ളിക്കാൻ പറഞ്ഞുകൊണ്ട് ഞാൻ വിടുകയാണ്. കേട്ടോളൂ, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ കാന്തപുരം MP അബൂബക്കർ മുസ്ലിയാരോട് ഒരു പത്രപ്രവർത്തകൻ ചോദിച്ചു, 24 സീറ്റിൽ മുസ്ലിം ലീഗ് മത്സരിച്ചു, 20 സീറ്റിൽ ജയിച്ചു, എത്ര സ്ഥലത്താണ് നിങ്ങളെ വോട്ടുകൊണ്ട് ലീഗ് ജയിച്ചത്? അപ്പൊ ഇയാൾ പറയേണ്ടത് എന്താ, കുറെ സ്ഥലങ്ങൾ ഞങ്ങൾ വോട്ടുകൊണ്ട് ജയിച്ചു എന്നല്ലേ പറയേണ്ടത്, ഇയാൾ മൊത്തം പറയണ്ടേ. ഞാൻ പറഞ്ഞു, വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കഥാപാത്രത്തിലുള്ള 8 കാര്യം മുന്നിൽ അദ്ദേഹം കേട്ടോ. 24 സീറ്റിൽ മത്സരിച്ചു, 20ഇടത്ത് ലീഗ് വിജയിച്ചു. എത്രയിടത്ത് കാന്തപുരത്തിന്റെ ശക്തിയാൽ ലീഗ് ജയിച്ചു? ഞങ്ങളുടെ ശക്തിയാൽ തന്നെയാണ് ലീഗ് ജയിച്ച എല്ലാ മണ്ഡലങ്ങളും. ഞങ്ങളെ ശക്തി ലീഗ് ജയിച്ചു കൊടുത്തത്. ഇപ്പൊ എന്റെ മണ്ഡലം മണ്ണാർക്കാട്, ഇവിടൊക്കെ ഇവർ വോട്ട് ചെയ്തെന്ന് പറഞ്ഞാല് അവിടൊക്കെ അവർ വോട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ വിശ്വസിക്കില്ല. കാരണം അവിടെ അങ്ങനെയാണ്, ലീഗ് അടുക്കം പോലെ എടുത്തിട്ട് അവർ ഒരു പരിപാടിയിൽ മുസ്ലിം ലീഗിന്റെ ഒരു പ്രതിനിധി പങ്കെടുക്കൂല. എനിക്കറിയാം, എന്റെ മണ്ഡലത്തിൽ മണ്ണാർക്കാട് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗിന്റെ ഒരു പ്രതിനിധിയും അവർ ഒരു പരിപാടിയിലും പങ്കെടുക്കില്ല. അത്ര സ്ട്രോങ് അവിടെ ലീഗ്, അവർ അടുക്കാൻ സമീപിക്കും. എന്നിട്ട് എല്ലായിടത്തും അവിടെ ജയിച്ചതാരാ? എൻ ഷംസുദ്ദീൻ ഇന്ന് കേരള നിയമസഭയിൽ 1ാമനായി മാറി. ഇവരെ ഒരു വോട്ടുണ്ടായിട്ടില്ല. നമുക്ക് പറഞ്ഞാൽ ജയിച്ചു കൊടുത്തൊക്കെ ജയിച്ചത് നമ്മൾ വോട്ട് പറയട്ടെ. ഞങ്ങളെ ശക്തി ഇല്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ 1-2 സീറ്റ് അവർക്ക് കിട്ടുമായിരുന്നു. അല്ല, പരസ്യമായി ഞങ്ങൾ അതിനെ എതിർത്തിരുന്നുവെങ്കിൽ 2 അല്ലെങ്കിൽ 3 സീറ്റിൽ കവിഞ്ഞ് അവർക്ക് കിട്ടുമെന്ന് ഒരു പ്രതീക്ഷയുമില്ല. ഇവരെതിർത്തിരുന്നെങ്കിൽ ആകെ കിട്ടുക 2-3 സീറ്റ്. ഏതാണോ ഈ 2 സീറ്റ്? ഇത് കേട്ടപ്പോ റിപ്പോർട്ട് ചാനലിന്റെ അവതാരകൻ വേണുവിനെ അടുത്തുന്നുണ്ട്. വേണു അല്ലേ തന്നെ ജാക്കി വെച്ചെടുക്കണം. ഇയാൾ ഇത്ര പൊന്നത് വേണു വിചാരിച്ചത്. വേണു ചോദിച്ചു ആകെ 2 സീറ്റ് വെച്ചു. അപ്പൊ ഇയാൾ ഏറി വന്ന 3 സീറ്റ്. ഒരു പ്രതീക്ഷയുമില്ല. ആകെ 2 സീറ്റിൽ ജയിക്കും, 2-3 സീറ്റിൽ ജയിക്കും എന്ന് പറയുമ്പോൾ UDF അധികാരത്തിൽ പോലും വരില്ലായിരുന്നു. ഉറപ്പ്. ഞാൻ ഈ പറയുന്നത് വേണുവിനെ കിരിയുണ്ട്. കാരണം ഞാൻ വെച്ച ജാക്കിനേക്കാളും വലിയ പന്ത്രണ്ടാണ് കൊന്നിരിക്കുന്നത്. ഇയാൾ വോട്ട് ചെയ്തില്ലായിരുന്നെങ്കിൽ ഈ വർഷം UDF അധികാരത്തിൽ പോലും വരില്ലായിരുന്നു. ഇവിടുത്തെ CPM-ന്റെ ആളുകൾ മനസ്സിലായിക്കോളെ ഇയാളെ കടുത്ത വഞ്ചന. ഞാൻ ചോദിക്കട്ടെ, ഇയാൾ വോട്ടുകൊണ്ട് ജയിക്കുകയാണെങ്കിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ PKMC ജയിക്കണ്ടേ?
കാരണം എന്താ ടി.കെ. ഹംസ മത്സരിക്കണമെന്ന് പറഞ്ഞെന്താ ഞാൻ APC മത്സരിക്കും അല്ലേ? അയാൾ പത്രസമ്മേളനം നടത്തി. അയാൾ അങ്ങനെ പത്രസമ്മേളനം നടത്തിയ മത്സരിച്ചത് നിങ്ങൾ കണ്ടില്ലേ? അയാൾ പത്രസമ്മേളനം നടത്തിയത്. അയാൾ പത്രസമ്മേളനത്തിൽ അയാൾ പരസ്യമായിട്ട് പറഞ്ഞു, അപ്പൊ ഈ സാധു നേർക്കറിയോ, ഇയാൾ ഒരു തെരഞ്ഞെടുപ്പിൽ KP മജീദുമായിട്ട് ഏറ്റുമുട്ടി ഇയാൾ ജയിച്ചു. അയാൾ ചക്കട്ടപ്പ് മൊയിലിട്ടി എന്ന് പറഞ്ഞാൽ എന്തോ കാരണങ്ങളെ കൊണ്ടൊക്കെയാണ് ജയിച്ചതാണ്. അപ്പോ AP വിളിച്ചിട്ട് പറഞ്ഞു, ഹംസാക്ക നിങ്ങൾ ജയിച്ചു, നമ്മളെ വോട്ടുണ്ടാണ്. അപ്പൊ ഹംസാക്ക പിറ്റേ തെരഞ്ഞെടുപ്പ് തീരുമാനിച്ചു, എന്നാ പിന്നെ ഉസ്താദ് വോട്ടുണ്ടല്ലോ ജയിച്ചത്, ഇക്കൊല്ലം അത് തുറന്നു പറഞ്ഞേക്കാം. എന്താ പറയാ, ഞാൻ APC ഇല്ല. ഹംസാക്ക അതങ്ങ് തുറന്നു പറഞ്ഞോണ്ട് ഉള്ള വോട്ടും പോയി. ജയിച്ചില്ലെങ്കിലും പോട്ടെ, ഉള്ള വോട്ട് കിട്ടണ്ടേ? കേട്ടോ, കൊടി ഉയർത്തി മലപ്പുറത്ത് ടി.കെ. ഹംസ നാടകീയമായി പ്രഖ്യാപിച്ചത് താനൊരു കാന്തപുരം സുന്നിക്കാരനെന്നാണ്. പിണറായി അടക്കം പല CPM നേതാക്കൾക്കും കാന്തപുരവുമായി അടുത്ത ബന്ധമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു വെച്ചു. കാന്തപുരം വിഭാഗമായിട്ട് അടുപ്പം മാത്രമല്ല, ഞാനൊരു AP സുന്നിയാണ്. അത് ഞാൻ മനസ്സിലായില്ല. അതിനകത്ത് മനസ്സിലായില്ലേ? നമ്മൾ AP നിങ്ങളെ ഇപ്പൊ ചോറ് ഹംസാക്കളെ ചോറാണെങ്കിൽ AP സുന്നിയാണ്. ഹംസാക്ക കണ്ടൊരു കാലികാറല്ലേ ചോദിച്ചു നേരെ ചോദിച്ചിട്ട് വേറെ തരാം ഹംസാക്ക. കാരണം എന്താ, ഇയാൾ ഹംസാക്കാനെ പറ്റിച്ചാണ്. ഹംസാക്കാനെ കണ്ടപ്പോ പറഞ്ഞു, ഹംസാക്ക നമ്മളോട്ട് നിൽക്കുന്നു. ഇയാമിനെ കണ്ടപ്പോഴോ അയമാക്ക നമ്മളോട്ട് നിൽക്കുന്നതാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടല്ലേ ഹംസാക്കാനെ സമീപിച്ചു. ഒരു സത്യധാരയുടെ അഭിമുഖത്തിന് വേണ്ടി ഹംസാക്കാനെ സമീപിച്ചപ്പോ ഹംസാക്ക പറഞ്ഞാ അയാൾ കടുത്ത മുനാഫിക്കനാണ്. ഹംസാക്ക പറഞ്ഞു, അയാളൊന്നും സ്വർഗത്ത് പോലട്ടോ, AP സ്വർഗത്ത് പോകില്ല, അയാളൊക്കെ പോകണേ ഞാനൊക്കെ പോയിട്ട് ഒരു കട്ടൻ ചായം കുടിച്ചിട്ട് ദിനേശ് പിടിയിൽ വരിക്കുമ്പോൾ ഇയാൾ കടന്നീ കന്നു പറഞ്ഞത്. കാരണം ഹംസാക്കൊക്കെ ഇയാളെ ശരിക്കും മനസ്സിലായി. പക്ഷെ ഇനി ഇയാളെ മനസ്സിലാക്കാൻ കഴിയാത്ത ചില ആൾക്കാരുണ്ട്. ഇയാളെ പിന്നാലെ നടക്കുന്ന, ഇയാളെ മനസ്സിലാക്കാൻ കഴിയാത്തത്, അല്ലെങ്കിൽ മനസ്സിലായിട്ടും മനസ്സിലാകാത്തവരോട് നടക്കുന്ന അവരൊക്കെ കാലം അവരെ കൊണ്ട് മനസ്സിലാക്കും. ശരിക്കും രാഷ്ട്രീയ കളിച്ചത്. ഇനി നോക്ക് നിങ്ങൾ, ഇത് പറഞ്ഞതിന് ശേഷം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കാര്യം പറഞ്ഞപ്പോൾ വേണു ചോദിച്ചു, 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണല്ലോ നിങ്ങൾ ആരപ്പാ നിൽക്കുക. അപ്പൊ അന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF തരംഗമായിരുന്നല്ലോ. അപ്പൊ ഇയാൾ മനസ്സിലാക്കി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF തരംഗമായിരിക്കും എന്നത് മുൻകൂട്ടി പറയാം, UDFന്റെ ഒപ്പം നിൽക്കുന്നത് പറയാം. അപ്പൊ ഇയാൾ പറഞ്ഞു, ഞങ്ങൾ അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ LDFന്റെ കൂടെ നിൽക്കാറില്ല. കഴിഞ്ഞ കൊല്ലം ഹുസൈൻ മത്സരിച്ചിട്ടില്ല. ഇവിടെ ഹംസാക്ക കൊണ്ട് ഇവർ പ്രവർത്തിച്ചിട്ടില്ല. ഇവർ അന്നൊക്കെ E.T. മുഹമ്മദ് ബഷീറിനും E. അഹമ്മദിന് വേണ്ടി പ്രവർത്തിച്ചവരാണ് തോന്നിപ്പോയി. സംസ്ഥാനം AP പറയാണ്, ഞങ്ങൾ മുമ്പ് മുതൽക്ക് തന്നെ പണ്ട് മുതൽക്ക് തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ UDFന്റെ കൂടെയാണ് നിൽക്കാറുള്ളത്, LDFന്റെ കൂടെ നിൽക്കാറില്ല. എന്നാ പിന്നെ എന്തിനാ നിങ്ങൾ ടി.കെ. ഹംസാക്ക മഞ്ചേരി ജയിച്ചപ്പോ നിങ്ങൾ എന്തിനാ SSFന്റെ കൊടിയും വെച്ച് പ്രകടനം നടത്തിയത്? എന്തിനാണത്? എന്തിനായിരുന്നു നിങ്ങൾ ഇവിടെ 72,000 ഭൂരിപക്ഷത്തിന് ഹുസൈൻ രണ്ടത്താൻ ജയിക്കുന്നത്? എന്തിനാണ് നിങ്ങളെ പ്രസിദ്ധീകരണത്തിൽ ഹുസൈൻ രണ്ടത്താനെ കുറിച്ച് കണ്ണിയത്ത് സ്ഥാനാർത്ഥി എന്ന് പരിചയപ്പെടുത്തിയത്? കണ്ണിയത്ത് സ്ഥാനാർത്ഥി എന്ന് പരിചയപ്പെടുത്താൻ അതിൽ പറഞ്ഞ എന്താ പരിചയപ്പെടുത്താൻ? കണ്ണിയത്ത് സ്ഥാനം ആഗ്രഹിച്ച സ്ഥാനാർത്ഥിയാണ് അത്രേ ഹുസൈൻ രണ്ടത്താൻ മഹാദുള്ള. എന്നിട്ട് ആ വ്യക്തി പറയാണ്, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പണ്ട് മുതൽക്കേ LDFനെ ഞങ്ങൾ പിന്തുണക്കാറില്ല. കാരണം എന്താ അറിയോ? എന്നിട്ട് കാരണം പറയുന്നുണ്ട്. കാരണം എന്താ, LDF ലോക്സഭയിൽ പോയിട്ടൊരു കാര്യമില്ല, ഒരു മന്ത്രിസഭയിൽ ചേരുന്നില്ല, മന്ത്രിസഭയിൽ പിന്തുണക്കുന്നില്ല. അഥവാ പിന്തുണച്ചത് പിൻവലിക്കുകയും ചെയ്യാണ്. പിന്നെ അവിടെ പോയിട്ട് എന്താ കാര്യം? 19 MP ലോക്സഭയിൽ പോയിട്ട് വല്ല ഗുണമുണ്ടായോ? ഹംസാക്ക ഉൾപ്പെടെയുള്ള 19 ആളുകൾ ലോക്സഭയിൽ പോയിട്ട് ഇവിടെ കേരള സമുദായത്തിന് എന്ത് ഗുണമാണ് ഉണ്ടായത്? അതുകൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ UDFനെയാണ് പിന്തുണക്കാറുള്ളത്. ഇയാളപ്പ പറഞ്ഞു, തെരഞ്ഞെടുപ്പ് വരുമ്പോഴോ ഞങ്ങളുടെ നയം ഞങ്ങൾ സർക്കുലർ മുഖേന അണികളെ അറിയിക്കുന്നതാണ്. സർക്കുലർ എന്താ അറിയിച്ചത്? ഈ മണ്ഡലത്തിൽ എന്താ അറിയിച്ചത്? ഇൻഷാ അല്ലാഹ് ഫലം വരുമ്പോൾ അറിയാം. ഫലം അനുകൂലമായി കഴിഞ്ഞാൽ ഞങ്ങൾ പ്രതികൂലമായാലോ ഞങ്ങളൊന്നും പറഞ്ഞിട്ടില്ല, അത് ഞങ്ങൾ അങ്ങോട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഒരു സമുദായത്തെ പറ്റിക്കുന്ന, സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന നാലാംകിട രാഷ്ട്രീയക്കാരുടെ സ്വഭാവമാണ് അല്ലേ? ഇയാൾക്ക് പറ്റുന്നറിയോ? SNDPന്റെ വെള്ളാപ്പള്ളം ചെയ്യാൻ ഏറ്റവും സുഖം. ആ രണ്ടും ചേരും, രണ്ടും ഒരേ സാധനം. വെള്ളാപ്പള്ളി ഇതേപോലെ തന്നെയാണ്. അയാൾ തെരഞ്ഞെടുപ്പ് ഞാൻ പറയും നമ്മളെ വോട്ടാണ്,
നമ്മളെ വോട്ട് കൊണ്ടാണ് അവർ ജയിച്ചത്. ആരാ ജയിച്ചെങ്കിൽ എളുപ്പം കൂടാ. അതൊരു സ്വഭാവം. ഇതൊക്കെ തലയിക്കെട്ടും കെട്ടിട്ട് വേണ്ടിയതില്ല. സമസ്ത കേരള ജംഇയ്യത്തുലമയെ കുറിച്ച് രാഷ്ട്രീയം ആരോപിച്ച് കടന്നു വന്ന വ്യക്തി ഇപ്പോൾ തന്നെ രാഷ്ട്രീയമല്ലേ കളിച്ചുകൊണ്ടിരിക്കുന്നത്? രാഷ്ട്രീയക്കാരെ പോലും നാണിപ്പിക്കുന്ന രീതിയല്ലേ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്? അതല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ കണ്ട നിങ്ങൾ ഏറ്റവും ഒടുവിൽ മോഡിക്ക് വേണ്ടി ഇപ്പൊ ചാലക്കുടി മണ്ഡലത്തിൽ കേരളത്തിലെ ശ്രദ്ധേയമായ ഒരു മണ്ഡലമായിരുന്നല്ലോ ചാലക്കുടി മണ്ഡലം. അവിടുത്തെ ബിജെപിയുടെ ഫ്ലക്സ് ബോർഡിൽ ബിജെപിയുടെ പ്രചരണ മേഖലകളിൽ അവർ പലരുടെയും ഫോട്ടോ കൊടുത്തിരുന്നു. മോഡിയെ അഭിനന്ദിച്ച ആളുകൾ, മോഡിയെ പുകഴ്ത്തിയ ആളുകൾ. ഒന്നാരാ അവിടുത്തെ അച്ഛൻ, മറ്റൊന്നാരാ ഇവിടുത്തെ അച്ഛൻ കാന്തപുരം എത്തി മോഡിയെ പുകഴ്ത്തിയ ആളുകൾ ബിജെപിക്കാര് അവരെ പ്രചരണത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തിയ ആളുകളുടെ പേരിൽ ഒന്ന് സാക്ഷാൽ കാന്തപുരം എത്തി അബൂബക്കർ. ഞാൻ ചോദിക്കട്ടെ, ഈ ലോക്സഭാ തെരഞ്ഞെടുക്കുന്ന സമയത്ത് എന്തിനാണ് കാന്തപുരം എത്തി അബൂബക്കർ മുസ്ലിയാർ ഗുജറാത്തിൽ സമ്മേളനം വെച്ചത്? എന്തിനാണ് ഗുജറാത്തിൽ സമ്മേളനം വെച്ചത്? ഗുജറാത്തിൽ കാന്തപുരമായിട്ട് സമ്മേളനം നടത്തി. ആ സമ്മേളനത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്ന വ്യക്തിയാരായിരുന്നു? കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഗുജറാത്തിൽ നടക്കുമ്പോ മോഡിക്കെതിരെ എല്ലാവരും ശക്തമായ രംഗത്ത് നിന്നപ്പോ മോഡി കോട്ട് ചെയ്യണമെന്ന് പറഞ്ഞ അവിടുത്തെ ഏക മുസ്ലിം പണ്ഡിതനാണ് കാന്തപുരത്തിന്റെ സമ്മേളനത്തിലെ മുഖ്യാതിഥി. നിങ്ങൾ മനസ്സിലാക്കണം എന്താണ് ഈ ബന്ധം. എന്താണ് ഈ ബന്ധം? കഴിഞ്ഞ ഗുജറാത്തിലെ നിയമസഭാ സമ്മേളനത്തിൽ മോഡിക്ക് അനുകൂലമായി ഫത്വ കൊടുത്ത ഏക മുസ്ലിം പണ്ഡിതനാണ്. ഇപ്പോൾ കാന്തപുരം ഗുജറാത്തിൽ സമ്മേളനം നടത്തിയപ്പോൾ ആ സമ്മേളനത്തിലെ മുഖ്യാതിഥിയായി പങ്കെടുക്കുമെന്ന് അവർ റിപ്പോർട്ട് ചെയ്തു. ഇയാളെ പോക്ക് എവിടേക്കാണ്? കേരള കൗമുദിന്റെ കയ്യിലുണ്ട്. കേരള കൗമുദിയിൽ കാന്തപുരത്തോട് ചോദ്യമുണ്ട്, നിങ്ങൾ ബിജെപിയെ പിന്തുണക്കുമോ? എന്തായാലും മറുപടി, ഞങ്ങൾക്ക് ആരെന്നാണ് അനുകൂലം കിട്ടുന്നത് അവരൊപ്പൊക്കെ കൂടും. ബിജെപിന്റെ ഒപ്പം കിട്ടിയാൽ മോഡിന്റെ അടുത്ത് കോടി കിട്ടിയാൽ മോഡിന് പിന്നാലെ. ഏതായാലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് കാന്തപുരത്തിനുള്ള ചോദ്യം കിട്ടോളും. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. ഒരു പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ബലപരീക്ഷണം നേരിടേണ്ടി വരുന്ന ഘട്ടമാണ്. ലീഗ് അവിടെ ഒരു പ്രധാനിയല്ല. ഏറിയാൽ 1 അല്ലെങ്കിൽ 2 സീറ്റുകളിലാണ് ലീഗ് മത്സരിക്കുക. പ്രധാനമായും ഉമ്മൻചാണ്ടി പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നത് കാന്തപുരത്തിലാണ്. പിണറായിക്ക് ഉമ്മൻചാണ്ടി പ്രതീക്ഷിക്കുന്നത് കാന്തപുരത്തെയാണ്. പിണറായിക്ക് പറയേണ്ടി വന്നതുപോലെ ഉമ്മൻചാണ്ടിക്കും പറയേണ്ടി വരുമോ? അദ്ദേഹം അതിനനുസരിച്ച് പ്രവർത്തിച്ചാൽ തീർച്ചയായും ഞങ്ങൾ അങ്ങനെയാണ്. പണ്ട് തന്നെ ഞങ്ങൾ LDF-നോട് വ്യക്തമായി പറഞ്ഞിട്ടുള്ളതാണ്, പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ കൂടെ ഞങ്ങൾ നിൽക്കാതിരിക്കാൻ കാരണം നിങ്ങൾ മന്ത്രിസഭയിൽ ചേരുന്നില്ല, മന്ത്രിസഭയെ പിന്തുണക്കുന്നുമില്ല, പിന്തുണച്ചത് പിൻവലിക്കുകയും ചെയ്തു. ഇനി നിങ്ങൾ അവിടെ പോയിരുന്നത് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. LDF-ന്റെ ആളുകൾ ലോകസഭയിൽ പോയിട്ട് ഒരു കാര്യമില്ല. ഓരോ മഞ്ചേരിത്തോട്ട് വെറുതെ MP-മാർ അവിടെ പോയി ഇരുന്നിട്ട് അവരുടെ ശബ്ദം ഞങ്ങൾ ഇന്ന് വരെ 5 കൊല്ലത്തിനിടയിൽ കേട്ടിട്ടില്ല. 19 MP-മാരവിടെ പോയിരുന്നിട്ട് ഇന്നേ വരെ ഒരു ശബ്ദം ഞങ്ങൾ കേട്ടിട്ടില്ല. പിന്നെ എന്തിനാ കൂട്ടരെ 8 മണ്ഡലത്തിൽ നിങ്ങളെ LDF റൂട്ട് ചെയ്യാൻ പറഞ്ഞത്? എന്തിനാണ് ആ സർക്കാർ അയച്ചത്? അപ്പൊ ശരിക്കൊരു രാഷ്ട്രീയക്കാരനെ പോലും നാണിപ്പിക്കുന്ന രീതിയിലുള്ള രാഷ്ട്രീയ കളിയുമായിട്ട് സമസ്തക്ക് രാഷ്ട്രീയം ആരോപിച്ചാണ് ഇന്ന് രാഷ്ട്രീയമായിട്ട് എവിടെ നിൽക്കുന്നു മനസ്സിലാക്കാൻ ഞാൻ പറഞ്ഞു. ഞാനിലേക്ക് നീട്ടിക്കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞുകൊണ്ടുവന്നത്, കേരളത്തിലെ മുസ്ലിമീങ്ങൾ സമസ്ത കേരള ജംഇയ്യത്തുലമ എന്ന് പറയുന്ന മഹിതമായ പ്രസ്ഥാനത്തിന്റെ കീഴിൽ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുമ്പോ ഈ സമസ്ത എന്ന സംഘശക്തിയെ തകർക്കാൻ വേണ്ടി ഇയാൾ കണ്ടെത്തിയ മാർഗമായിരുന്നു, എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു വിദഗ്ധാരോപണവും 2 രാഷ്ട്രീയ ആരോപണം. ഇന്നെവിടെ എത്തി എന്നുള്ള രംഗമാണ് നിങ്ങൾ കണ്ടത്. അതുകൊണ്ട് തന്നെയാണ് റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് ഉസ്താദ് ദുആ ചെയ്തു, അല്ലാഹുവേ ഇവരെ മുഖം കെടുത്തണേ, ശരിക്കത് അനുഭവിച്ചു. ഇപ്പൊ കണ്ടോ ഇപ്പൊ ഒരു അവസ്ഥ? ഇപ്പൊ കളിച്ച് എവിടെത്തി? പുണ്യനബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിനെ കൊണ്ടായി കളി. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ എല്ലാ കഥകൾ പറഞ്ഞ് കെട്ടുകഥകൾ നിർമ്മിച്ചുണ്ടാക്കി ഒരു മുടി കൊണ്ടുവന്നിട്ട് അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ? ആ മുടിയുമായിട്ട് വല്ല ബന്ധമുണ്ടോ? റസൂലുള്ളാഹിയുമായിട്ട് വല്ല ബന്ധമോ മുടിക്കുണ്ടോ? ഒരു ബന്ധമില്ല.
മുടി കഴിഞ്ഞപ്പോൾ പിന്നെ പൊടി കൊണ്ടുവന്നു. മുടി കുറെ കൊണ്ടുവന്ന് പിന്നെ പൊടി കൊണ്ടുവന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴോ പൊടി കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു ചട്ടി കൊണ്ടുവന്നു. ഇപ്പൊ ചട്ടിയുടെ അഡ്രസ് ഇല്ല. ചട്ടി കൊടുത്തുന്നൊരു കൂട്ടര്, കൊടുത്തിട്ടില്ല മർക്കസ് തന്നെ ഉണ്ടൊരു കൂട്ടര്, എന്തായാലും പുറത്ത് കിടക്കുന്നില്ല. ചട്ടി എന്ത് ചട്ടി? റസൂലുള്ള കുടിച്ച് ചട്ടിക്കാണ്. സുബ്ഹാനല്ലാഹ്, റസൂലുള്ള കുടിച്ച് ചട്ടി. നോക്കുമ്പോഴോ നല്ല അറേബ്യൻ ലിപികളും ജൂതന്മാരുടെ ലോകവുമുള്ള ചട്ടി. അതിലത്ര റസൂർ ആ കാണുന്ന ചട്ടി റസൂലുള്ള വെള്ളം കുടിച്ച് ചട്ടിയാണെന്ന് പറയുന്നത്. റസൂലുള്ള കുടിച്ചെന്ന് മാത്രമല്ല പറഞ്ഞത്, ഈ ചട്ടിക്ക്, ഏത് ജൂതന്മാരുണ്ടാക്കിയ ഈ ചട്ടിക്ക് ഇബ്രാഹിം മക്കാമിനേക്കാൾ പുണ്യുണ്ട്. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങൾ ശ്രദ്ധിക്കണം. ഹജ്ജിന് പോയവർക്കറിയില്ലേ, പ്രസിദ്ധമായ കഅബാലയത്തിന്റെ മുന്നിലുള്ള ആ ഇബ്രാഹിം മക്കാമില്ലേ, വത്തഖദൂ മിൻ മഖാമി ഇബ്രാഹിം മുസല്ലാ. ആ ഇബ്രാഹിം മക്കാമിനേക്കാൾ പുണ്യമുള്ളതാണ് ഈ ചട്ടി എന്നവർ പ്രസംഗിച്ചു പോയി. ഈ ചട്ടി ജൂതന്മാരുണ്ടാക്കിയ ചട്ടിക്കാണത്രേ ഇബ്രാഹിം മക്കാമിനേക്കാൾ പുണ്യമുള്ളത്. കേൾക്കുന്നു നിങ്ങൾ കാന്തപുരം മുസ്ലിം പറയുന്നത്. ഇതിനിടക്ക് നമ്മുടെ സംഘാടകർ ഒക്കറ്റുമായിട്ട് വരുന്നുണ്ട്. നിങ്ങളാൽ കഴിയുന്നൊരു സംഖ്യ സ്വാഭാവികമായിട്ട് നമ്മുടെ പരിപാടിക്ക് വലിയ ചെലവ് വരുമെന്ന് എല്ലാവർക്കും അറിയാം. നല്ലൊരു സംഖ്യ എല്ലാവരും സംഘാടകർ കൊടുത്ത് സഹായിക്കണം. നമ്മുടെ കയ്യിൽ മുടിയില്ല, പൊടിയില്ല, മോടിയുടെ കോടിയില്ല, ചട്ടിയില്ല, പാത്രമൊന്നുമില്ല. നമുക്കുള്ളത് ഈ നിരക്കുള്ള പാവങ്ങളായ ആളുകളുടെ സഹായങ്ങൾ മാത്രമാണ്. എല്ലാവരും കഴിവിന്റെ പരമാവധി കൊടുത്തുകൊണ്ട് സഹായിക്കണം. വരട്ടെ, കാന്തപുരം ചട്ടിയെ കുറിച്ച് പറയട്ടെ. 1000 മടങ്ങ് മഹത്വമുണ്ട് പാനപാത്രത്തിനെന്ന് തിരുകേശത്തിന് പിന്നാലെ പ്രവാചകന്റെ പാനപാത്രവും വിവാദമാക്കാൻ ചില സംഘടനകളും മാധ്യമങ്ങളും ശ്രമിക്കുകയാണ്. കഅബയ്ക്ക് സമീപത്തെ മക്കാമുൽ ഇബ്രാഹിമിനേക്കാൾ 1000 മടങ്ങ് മഹത്വമുണ്ട് പാനപാത്രത്തിനെന്ന് കാന്തപുരം പറഞ്ഞു. അതിനേക്കാൾ എത്ര 1000 ഇരട്ടി അല്ലാഹുവിന്റെ ഹബീബ് കുറിച്ച മാത്രത്തിന് ഉണ്ട്. എന്ത്? കാന്തപുരത്തിന്റെ കൈവശമുള്ള ആ പാത്രം റസൂലുള്ള കുടിച്ച പാനപാത്രമാണ്. അതിന് ഇബ്രാഹിം മക്കാമിനേക്കാൾ 1000 ഇരട്ടി 10 മടങ്ങ് പ്രതിഫലമുണ്ട്. എന്നാ പിന്നെ കൂട്ടരെ, നിങ്ങൾ എന്തിനാ ചട്ടിപ്പൊക്കെ മറച്ചിട്ടുള്ളത്? ആ ചട്ടി കൊടുക്കുന്നത് ചട്ടി. അത് കഴിഞ്ഞപ്പോഴേക്ക് ഇതാ വേറെ വന്നിരിക്കുന്നത് എന്താ? ഖാലിദ് റളിയല്ലാഹുവിന്റെ ജുബ്ബ. സുബ്ഹാനല്ലാഹ്, ഖാലിദ് റളിയല്ലാഹുവിന്റെ ജുബ്ബ. ആ ഖാലിദ് റളിയല്ലാഹു യുദ്ധത്തിൽ അണിഞ്ഞിരുന്ന ജുബ്ബയുണ്ടല്ലോ, ആ ജുബ്ബയും ഇപ്പോൾ കാന്തപുരത്തിന്റെ കൈവശമുണ്ടത്രേ. ഇനി അത് മുഖ്യ വെള്ളവും വരും. എന്തൊക്കെ വെള്ളമായി? മുടിയിട്ട വെള്ളം, പൊടിയിട്ട വെള്ളം, ചട്ടിയിലൊഴിച്ച വെള്ളം, ജുബ്ബ മുഖ്യ വെള്ളം. SSF എല്ലാ സ്ഥലത്തും ഒരു യൂണിറ്റിൽ ഒരു സ്റ്റാള് തുടങ്ങും. എന്താ? ഓരോ കുപ്പിയിൽ വെള്ളം ഉണ്ടാവും. ഇതെന്താ? ഇത് മുടി ജ്യൂസ്, ഇത് പൊടി ജ്യൂസ്, ഇത് ചട്ടി ജ്യൂസ്, ഇത് ജുബ്ബ ജ്യൂസ്, പിന്നെ ഒന്നുകൂടി ഉണ്ട് താടി രോമം. നിങ്ങൾ ആലോചിക്കുന്ന ഒരു മടിയില്ലാത്തൊരു സാധനങ്ങളെ കൊണ്ടുവന്ന മുടി തന്നെ ഒരു തീരുമാനത്തിന് മുമ്പ് ആ പൊടി, അപ്പോഴേക്ക് ചട്ടി, ജുബ്ബ. ആളുകളെ പറ്റിക്കാൻ ഒരു മടിയുമില്ലാത്ത. എന്നിട്ടോ അതിനു വേണ്ടി സിന്ദാബാദ് ഉത്തരക്കാൻ നടക്കും. ഇതിന് തെളിവ് അത് ചോദിക്കാൻ പറ്റില്ല. ഖാലിദാന്റെ ജുബ്ബയാണ്, എനിക്ക് എന്താ തെളിവ്? ചോദിക്കരുത്. എവിടെ നിന്ന് കിട്ടി? ചോദിക്കരുത്. ഉസ്താദ് കൊണ്ടുവന്ന സ്വീകരിച്ചുകൊണ്ട കേട്ടോളൂ. ബേജാറുകൊണ്ട് ഭരിക്കാൻ തയ്യാറായിക്കോട്ടെ. ഖാലിദ് ബിൻ വലീദ് യുദ്ധത്തിൽ നിന്ന് ധരിച്ച കുപ്പായം എനിക്ക് കിട്ടിയിട്ടുണ്ട്. എന്റെ കയ്യിലുണ്ട്, വർക്കത്തിലുണ്ട്. നിങ്ങൾക്ക് വേറെ കാണിച്ചതാ. അള്ളാഹു തൗഫീഖ് ചെയ്തെങ്കിൽ നമുക്ക് അടുത്ത സമയത്ത് പ്രത്യക്ഷപ്പെടുത്താം. പ്രത്യക്ഷപ്പെടുത്തിയിട്ടില്ല, പ്രത്യക്ഷപ്പെടുത്താറ് നിർത്തിക്കാണ്. എന്തായിപ്പോ? ഖാലിദ് റളിയല്ലാഹു അൻഹു ധരിച്ചു. ഇനിയോ റസൂലുള്ളാഹിന്റെ താടി രോമൊക്കെ കിട്ടിയില്ല. റസൂലുള്ളാഹിന്റെ താടി രോമം. പണ്ടൊരു സാധു താടി രോമം പറഞ്ഞിട്ട് അയാൾ ഒരുപാട് കരഞ്ഞു വേണം പറഞ്ഞു. അയാൾക്ക് 4 അടി കിട്ടിയപ്പോഴും മുങ്ങി. അയാളെ കാണാനില്ല.
ഇപ്പഴാ കാന്തവർ തന്നെ പറയുന്നു, എനിക്കിതാ പുതുതായിട്ട് താടി രോമവും കിട്ടിയിരിക്കുന്നു. ആരുടെ താടി രോമം? മുത്തുനബിന്റെ താടി രോമവും ഇയാളെ കൈവശം. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ ഗൗരവത്തോടെ ചിന്തിക്കുക. അള്ളാന്റെ റസൂലിനെ കൊണ്ടല്ലേ കളിക്കുന്നത്, കുഞ്ഞിനബിയുടെ തിരുശാപത്തിനെ കൊണ്ടല്ലേ കളിക്കുന്നത്. ഇതൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും എങ്ങനെയാ ഒരു വിശ്വാസിക്ക് മിണ്ടാതിരിക്കാൻ കഴിയുക? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ഇല്ലാ കഥകൾ പ്രചരിപ്പിക്കുമ്പോ, അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് ഇല്ലാത്തത് പറയുമ്പോ അരുത് സഹോദര, അരുതെന്ന് പറയേണ്ട ഒരു ബാധ്യത, ധാർമ്മികമായ ഉത്തരവാദിത്വം നമുക്കില്ലേ? ഇതേ സമസ്യ ചെയ്യുന്നുള്ളൂ, ഇതേ കേസ് ചെയ്യുന്നുള്ളൂ. ഇത് പ്രശ്നമുണ്ടാക്കലല്ല. പുണ്യനബിയെ സമൂഹമധ്യ അവഹേളിക്കുമ്പോ, പുണ്യനബിയെ സമൂഹമധ്യ ചൂഷണത്തിന് വിധേയമാക്കുമ്പോ തിരുത്തിക്കൊടുക്കൽ നമ്മുടെ ബാധ്യതയല്ലേ? ഈ തിരുത്തിക്കൊടുത്തിട്ടില്ലെങ്കിൽ അള്ളാഹുവിനോട് നമ്മൾ മറുപടി പറയേണ്ടി വരില്ലേ? അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ഈ വിഷയത്തെക്കുറിച്ച് നമുക്ക് സംവാദം നടത്താറുണ്ട്. പറയുന്നത് തയ്യാറായില്ല. നമ്മളൊന്ന് ഈ പ്രശ്നം അങ്ങനെ വിവാദമായി നടക്കണ്ട. ഈ പ്രശ്നം അവസാനിക്കാൻ നിലക്ക് പല സ്ഥലത്തും നമ്മൾ വെല്ലുവിളിച്ചു. ഒരു സംവാദത്തിനുണ്ടോ? അവസാനം ഇവർ തയ്യാറായി. മണ്ണാർക്കാട് ഒരു സംവാദം തയ്യാറായി. എന്താ മണ്ണാർക്കാട് സംവാദത്തിന് തയ്യാറായത്? എന്താ അതിന്റെ കാരണമുണ്ടായത്? മണ്ണാർക്കാട് പള്ളിക്കുന്ന് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചുകൊണ്ട് ബഹുമാനനായ പട്ടിക്കാട് ജാമ്യാനൂർ അറബിക് കോളേജിൽ ഉസ്താദ് കൂടിയായ ഷെയ്ഖുന AP മുഹമ്മദ് മുസ്ലിയാർ, അള്ളാഹു അവിടത്തേക്ക് ദീർഘായുസ് മാഫിയത്ത് നൽകാൻ അനുഗ്രഹിക്കുമാറാവട്ടെ. AP ഉസ്താദിനെ വളരെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് ഇവരൊരു പണ്ഡിതൻ പ്രസംഗിച്ചപ്പോൾ അതിന് മറുപടിക്ക് സാധുവായി ഞാൻ പോയി. അവിടെ പ്രസംഗിക്കുന്ന കൂട്ടത്തിൽ ഞാൻ ഈ മുടിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ കാരന്തൂർ മർക്കസിൽ സൂക്ഷിച്ചുള്ള കേസങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ല. അതാണ് നമ്മളെ വാദം. നിങ്ങളത് അല്ല ആണെന്നുള്ള അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾ സംവാദം തയ്യാറാണ്. അപ്പൊ അവരുടെ ജില്ലാ കാളി അടക്കം ആ നാട്ടുകാരനാണ്. അതോടൊപ്പം അവരുടെ ഉജ്ജ്വല പ്രഭാഷകൻ ഏലമുളം റഷീദ് സഖാഫി ആ നാട്ടിലെ മുദരിസുമാണ്. അപ്പൊ അവരുടെ വലിയ പണ്ഡിതന്മാരൊക്കെയുള്ള നാടാണ്. അപ്പൊ റഷീദ് സഖാഫി പിറ്റേ ദിവസം മറുപടിയിൽ പറഞ്ഞു, ഞാൻ തയ്യാറാണ്. ആ പ്രസംഗിച്ച് വാമൊഴി പോരാ വരമൊഴിയായിട്ട് ഇത് നമ്മൾ പറഞ്ഞാൽ പോരാ, എഴുതി കൊടുത്തു. നമ്മൾ എഴുതി കൊടുത്തു. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ കാരന്തൂർ മർക്കസിൽ സൂക്ഷിച്ച കേസങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ല. ആണെന്ന് തയ്യാറുണ്ടെങ്കിൽ സംവാദത്തിന് തയ്യാറാകണം. ഇവർ തയ്യാറാണെന്ന് പറഞ്ഞു. അങ്ങനെ സംവാദത്തിനൊരുങ്ങി വ്യവസ്ഥയ്ക്ക് എന്താ തർക്കമുള്ളത്? എന്താ തർക്കമുണ്ടായ? നമ്മൾ പറയുന്നു കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ കാരന്തൂർ മർക്കസിൽ സൂക്ഷിച്ചുള്ള കേസങ്ങൾ റസൂലുള്ളാഹിന്റെതല്ല. അതിന് ഇവരെന്താ ഇരിക്കേണ്ടതപ്പോ? കാരന്തൂർ മർക്കസിൽ കാന്തപുരം AP അബൂബക്കർ സൂക്ഷിച്ച കേസങ്ങൾ റസൂലുള്ളാഹിന്റെത് ആണ് എന്നല്ല ഇവർ എഴുതേണ്ടത്. ഇവർ ജന്മന ചെയ്തില്ല. ഇവർ പറയും കാരന്തൂരിൽ സൂക്ഷിക്കപ്പെട്ട തിരുകേശങ്ങൾ ആദരിക്കപ്പെടേണ്ടതാണ്. അതുകൊണ്ട് മർക്കസിൽ പ്രാമാണികത ഇരിക്കുന്നുണ്ട്. മർക്കസിലെ തിരുകേശമാണോ അല്ലേ? അതല്ലേ തർക്കം. റസൂലുള്ളാഹിന്റേത് ആണോ അല്ലേ ആണോ തർക്കം. ആണെങ്കിൽ പിന്നെ ആദരിക്കണോ? ആർക്ക് തർക്കമുള്ളത്? ആണെങ്കിൽ ബഹുമാനിക്കണോ? ആർക്ക് തർക്കമുള്ളത്? നമുക്ക് തർക്കമുള്ളത്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെങ്കിൽ ആദരിക്കുന്ന വിഷയത്തിൽ നമുക്ക് യാതൊരു തർക്കമില്ല. അതുകൊണ്ട് നമ്മൾ പറഞ്ഞു, നിങ്ങൾ ആണോ അല്ലേ? ഞങ്ങളുടെ വാദം അല്ല എന്നാണ്. ആണെന്നുണ്ടെങ്കിൽ അതിന് മറുവാദം എടുക്കും. നമ്മുടെ ആവശ്യപ്പെട്ടു നോക്കുമ്പോൾ അവരുടെ കൂട്ടത്തിലെ ആ വിഷയം കൈകാര്യം ചെയ്യാൻ വേണ്ടി വന്നൊരു സക്കാഫി, റഷീദ് സക്കാഫി ഏലമുള്ളമായിരുന്നു, വെല്ലുവിളി ഏറ്റെടുത്തു. സത്യം മുണ്ടിയില്ല. പിന്നെ പകരം വന്നതാരാ? പകരം വന്ന് വേറെ സക്കാഫിയാണ്. റഷീദ് സക്കാഫി ഉണ്ട്, അയാൾ മുണ്ടുന്നില്ല. അയാൾ 10,000 കുതിരശക്തി എന്നൊക്കെ പറഞ്ഞ വ്യക്തി 10,000 വോട്ടിൽ അര കുതിരശക്തി പോലും ഉണ്ടായില്ല. അയാൾ നീക്കനല്ല. വല്ലാതെ പറഞ്ഞപ്പോൾ ഒരു ഒട്ടം മണിയിച്ചിട്ട് അയാൾ വേറെ ഭവിച്ചുകൊണ്ട് പിന്നെ വന്ന സക്കാഫി പറഞ്ഞു, ആണെന്ന് അല്ല എന്ന് സമർത്ഥിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. അവരുടെ കഴിയിലേക്ക് സംഭവത്തിൽ തെളിയിക്കാം. നിങ്ങളുടെ വ്യവസ്ഥ ഇതെന്താ? നിങ്ങളെ വാദം ഇത് എന്താ? നിങ്ങളെ വാദം മർക്കസിലെ കേസിന് റസൂലുള്ളാഹിന്റേത് ആണ്. അവിടുത്തേത് തന്നെ അല്ല എഴുതല്ലേ? ഇയാള്
ഞങ്ങൾ വല്ലാതെ പറഞ്ഞു അയാൾ അറിയാതെ പറഞ്ഞു റസൂലുള്ളാഹിന്റെ തന്നെയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞാൽ തന്നെ എഴുതി പ്രശ്നം കഴിച്ചു. അയാൾ ഞങ്ങളൊക്കെ പറഞ്ഞിട്ട് എഴുതി എന്ന് പറഞ്ഞപ്പോ എഴുതല്ലേ അവളെ എഴുതിയാണ് അവളെ എഴുതി ആരെ അയാളല്ലേ എഴുതേണ്ടത്? എന്തെന്നെ പറയാൻ എഴുതൂല. അയാൾ വിഷയം മാറ്റി. അയാൾ പറഞ്ഞു എന്താ പങ്കെടുത്ത് ബേജാറ്, ഞമ്മക്കല്ലോ ബേജാറ്, നമ്മളെ വാദങ്ങൾ എഴുതി നമ്മളെന്താ എഴുതേണ്ടത്? അത് നബിൻ്റെത് അല്ല, ഇവരെന്താ എഴുതേണ്ടത്? ആണ്. ജന്മന എഴുതുക. കണ്ടോളൂ. എന്താണ് ടെൻഷൻ അടിക്കുന്നത്? ഞങ്ങൾ മുത്തുനബിയുടേതായത് ആണെന്ന് മാത്രമല്ല ആദരിക്കേണ്ടത് കൂടിയാണ്. ഞങ്ങളുടെ കയ്യിൽ ദഅവയുമുണ്ട്, സിയാദയുമുണ്ട്, ദഅവയുമുണ്ട്. നിങ്ങൾ ആലോചിക്കി മുത്തുനബിയുടേതാണെന്ന് മാത്രം എന്തെന്നെ പറഞ്ഞാൽ അയാൾ ചെയ്തു. അവസാനം ഇയാൾ നമ്മോട് ചോദിച്ചു, ഇപ്പോൾ നമ്മളെ വാപ്പാനെ കുറിച്ച് സംശയം ഉണ്ടായിക്കഴിഞ്ഞാൽ വാപ്പാനെ കുറിച്ച് ഒരാളെ വാപ്പാനെ കുറിച്ച് തരത്തിൽ വാപ്പയാണോ അല്ലേ നമ്മളെന്താ ആദ്യം പറയേണ്ടത്? ആണെന്ന് പറയണം, അതല്ലേ ആദ്യം പറയേണ്ടത്. എന്നിട്ടല്ലേ തെളിവ് കിടക്കേണ്ടത്. എന്നിട്ട് വാപ്പയാണെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ പിന്നെ ആദരിക്കുന്ന തർക്കമല്ലല്ലോ. ഇവർ പറഞ്ഞെന്താ വാപ്പയാണോ ഒരു സംശയം വന്നാൽ 99% വാപ്പ അല്ലെങ്കിൽ പോലും ഈ മുടിയെ കുറിച്ച് പറഞ്ഞങ്ങനെ മണ്ണാർക്കാട് പറഞ്ഞെന്തറിയോ, ഈ മുടി 99% റസൂലുള്ളാഹിന്റെ അല്ലാന്ന് വെക്കാം, എന്നാലും 1% ആണെങ്കിലോ ഇവർക്ക് ഇപ്പൊ ഉറപ്പായി 99% അല്ലാന്ന് ഉറപ്പായി. ഇനി 1% ആണെങ്കിലോ നമ്മൾ പറഞ്ഞ ആണെങ്കിൽ കൂട്ടരെ ആദ്യം ആണെന്ന് എഴുതുക, എന്നിട്ടൊരു തെളിവിലേക്ക് കിടക്കാം. വാപ്പയാണോ അല്ലേ തർക്കമെന്നാൽ ആണെന്താ പറയുന്നത്? ഒരു അന്തസ്സുള്ള മോൻ എന്താ പറയാ, അതെന്റെ വാപ്പയാണോ അറിയാം, എന്നിട്ടല്ലേ ആദരിക്കണോ വേണ്ട തർക്കം. ആണെങ്കിൽ പിന്നെ ആദരിക്കുന്ന തർക്കമല്ലല്ലോ. ഇയാൾ ആ ഉദാഹരണം പറഞ്ഞപ്പോൾ നമ്മൾ അങ്ങനെ മറുപടി പറഞ്ഞപ്പോൾ അയാൾ അവസ്ഥ കാരന്തൂർ AP അബൂബക്കർ മുസ്ലിയാർ, കാന്തപുരം AP ബക്കർ മുസ്ലിയാർ കാരന്തൂർ മർക്കസിൽ സൂക്ഷിച്ചിട്ടുള്ള കേശങ്ങൾ നിങ്ങൾ എഴുതിയത് വായിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേതല്ലെന്ന് ഞങ്ങൾ സമർത്ഥിക്കാൻ തയ്യാറാണ്. ഇതാണ് നിങ്ങൾ എഴുതി കൊടുത്ത വാദം. ഒരു സാധനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേതല്ല എന്ന് നിങ്ങൾ സമർത്ഥിക്കണമെങ്കിൽ ആകാനുള്ള സകല സാധ്യതകളും ബാത്തിലാക്കൽ നിങ്ങളുടെ ബാധ്യതയാണ്. ആകാനുള്ള സകല ബാധ്യതകളും ഇല്ലായ്മ ചെയ്യൽ നിങ്ങളുടെ ബാധ്യതയാണ്. സമൂഹത്തിൽ ബുദ്ധിപരമായി വിഷയത്തെ ആലോചിക്കുന്ന ആർക്കും ബോധ്യപ്പെടുന്ന ഒരു സത്യമാണ് ഞാൻ പറയുന്നത്. ഇത് നിന്റെ ഉപ്പയല്ല എന്ന് പറയാൻ ഉപ്പയാകാനുള്ള സകല സാധ്യതകളും ബാത്തിലാക്കാതെ തന്നെ നിങ്ങൾക്കിതിന് അവസരം ലോകത്ത് ജനങ്ങൾ അനുവദിച്ചു തന്നാൽ നാളെ തുടങ്ങൂലേ നിങ്ങൾക്ക് ഉറപ്പില്ലാത്തതൊന്നും ഇല്ലാത്തതാന്ന് പറയാൻ? നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം കുടുംബത്തിൽ സംശയം വന്നാൽ നിങ്ങൾ അതിനെതിരിൽ ശബ്ദിക്കില്ലേ? കാരണം അല്ല എന്ന് സമർത്ഥിക്കാൻ ആകാനുള്ള സകല സാധ്യതയും ഇല്ലായ്മ ചെയ്യൽ അവന്റെ ബാധ്യതയാണ്. അല്ല എന്ന് പറയാൻ ആകാനുള്ള ഒരു സാധ്യതയെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ എങ്ങനെയല്ല എന്ന് പറയും? കണ്ടോ, അല്ല എന്നെങ്ങനെ പറയാ? 99% അല്ലെങ്കിലും ആകാൻ ഒരു സാധ്യത ഉണ്ടെങ്കിലും. അപ്പൊ ഞങ്ങൾ പറഞ്ഞു അതൊക്കെ സമ്പാദിച്ച് ചോദിച്ചോളി, നിങ്ങൾ ഇപ്പൊ എഴുതി തരണ്ട, എന്താ ആണ് നിങ്ങൾ എഴുതി തന്നാൽ മതിയാണ്. അപ്പോഴാണ് ഇയാൾ ബാപ്പാന് ഉദാഹരണം പറയട്ടെ. അപ്പൊ നിങ്ങൾ കാരന്തൂർ മർക്കസിലെ തിരുവേശം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതല്ല എന്ന് സമർത്ഥിക്കുമെങ്കിൽ നിങ്ങൾ അനുവദിക്കില്ല. ഒരു സാധ്യത പോലും ഇല്ല എന്ന് സമർത്ഥിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ അതാണ് നമ്മുടെ വിഷയം. ഇപ്പോൾ ഇസ്തിരിട്ട് കുറെ വാക്ക് പറഞ്ഞല്ലാതെ മറുവാദം പറഞ്ഞില്ല. ഇതെന്താ ആവശ്യമുള്ളൂ? അത് കുറേ വഴങ്ങ് പറയാനല്ല സക്കത്ത് നമ്മൾ ശരിക്കും നമ്മുടെ ആവശ്യം മറുവാദം എഴുതുക. നിങ്ങൾക്ക് എന്താ പേര്? ഉപ്പയാണോ അല്ലെ സംശയിക്കാൻ? എന്റെ വാപ്പനെ കുറിച്ച് ഞാൻ അമ്പത്തോടെ പറയുന്നത് വാപ്പയെന്ന് പറയും. എന്നിട്ട് അതിന് സംബന്ധം നിങ്ങളെല്ലാവരും വാപ്പ വാപ്പ ആണോ അതൊന്നും മുണ്ടില്ല, അത് ഞങ്ങൾ മുണ്ടില്ല. വാപ്പയാണോ അല്ലെ ഞങ്ങൾ മുണ്ടില്ല. അല്ല വാപ്പ അല്ലെങ്കിൽ ഒരു ചെറിയ സാധ്യത വാപ്പനെ വൈക്ക് പൊയ്ക്കണമെന്ന് തീരുമാനിക്കണം. അതല്ല വിശ്വസിക്കണം. വാപ്പയാണോ അല്ലേ തർക്കമെന്നാൽ ഒരു മകൻ അന്തസ്സുള്ള മകൻ പറയും എന്റെ വാപ്പനാട്ട് പറയും. എന്നിട്ടാണ് വാപ്പനക്ക് തെളിവ് വയ്ക്കുക. അല്ല 99% വാപ്പ എന്തെങ്കിലും എടുക്കട്ടെ
എന്റെ ഭാഗത്തേക്കാ 1% ഭാഗത്തേക്കോട്ടെ. പിന്നെ കുടുംബത്തിൽ സംശയം ആർക്കാ? ഇതൊക്കെ പറഞ്ഞിട്ടും എന്റെ പ്രിയപ്പെട്ടവര്, ഇതൊക്കെ പറഞ്ഞിട്ടും ഇവർ 3 മണിക്കൂർ സമയം കൊടുത്തു. ഇവരോട് നമ്മൾ ചോദിച്ചു, ഒന്ന് എഴുതിട്ടേ എന്താ എഴുതണ്ടല്ലോ? കാരന്തൂർ മർക്കത്തിൽ കാന്തപുരം സൂക്ഷിച്ച കേശങ്ങൾ റസൂലുള്ളാഹിന്റേത് ആണ്. എഴുതൂല. കാരണം ഇവർക്ക് വിശ്വാസമില്ല. ഇവർക്ക് വിശ്വാസമില്ല. എഴുതുള്ളൂ. അതിൽ പങ്കെടുത്ത ഒരാളാണ് റഷീദ് സക്കാഫി ആലമുളമാണ്. ആ റഷീദ് സക്കാഫി ആലമുളത്ത് നമ്മൾ ചോദിച്ചു, റഷീദ് സക്കാഫി നിങ്ങളല്ലേ വെല്ലുവിളി ഏറ്റെടുത്താലോ, ഒന്ന് എണീക്കുന്നത് പറയൂ, ഇത് റസൂലുള്ളാഹിന്റേതാണ്. പറയില്ല. ആ രംഗം നിങ്ങൾ കാണേണ്ടതാണ്. 3 മണിക്കൂർ സംവാദത്തിന്റെ CD എന്റെ പ്രിയപ്പെട്ട ഒരു സാന്ദ്രവ്യ മറ്റേ സൂചിപ്പിക്കുന്നു. നിങ്ങൾക്കത് ഇവിടെ കിട്ടും. നിങ്ങളൊരു കോപ്പി നിങ്ങളുടെ ആരെല്ലാം സംബന്ധിച്ച ആ 3 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന CD നിങ്ങളൊക്കെ ഒന്ന് കാണേണ്ടതാണ്. നിങ്ങളത് AP വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് കൊടുക്കുക. അവർക്കൊരു കോപ്പി എടുത്ത് കൊടുക്കുക. അവർ കാണട്ടെ. ഒഴിഞ്ഞിരുന്ന് കണ്ടാൽ അവർക്ക് മാത്രം. കാരണം സ്വന്തം നേതാക്കന്മാർക്ക് നമ്മുടെ മുന്നിൽ വന്നപ്പോൾ അവിടെയുള്ള ആ കേശങ്ങൾ റസൂലുള്ളാഹിന്റെ ആണെന്ന് എഴുതാൻ കഴിയില്ല. കാരണം അവർക്കൊരു വിശ്വാസം. അതിൽ പങ്കെടുത്ത ഒരു വ്യക്തിയാണ് ഈ തർക്കാണെന്ന റഷീദ് സക്കാഫിയാണ്. റഷീദ് സക്കാഫി ആലമുളത്തിന് അറിയാത്ത റസൂലുള്ളാഹിന്റെതല്ല. അയാൾ പലവട്ടം പറഞ്ഞതാണ്. അയാൾ പലവട്ടം ജിഷാൻമായുമായി കൊണ്ട് ഫോൺ സംഭാഷണത്തിൽ പറഞ്ഞു. എന്താ അയാൾ ഫോൺ സംഭാഷണത്തിൽ പറഞ്ഞത്? അവിടെയുള്ള മുടിക്ക് സനദില്ല, മാത്രമല്ല ജാലിവാലക്ക് ഗുലുവല്ലാതോടാൻ അറിയില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇവരൊക്കെ പരസ്പരം ചർച്ച ചെയ്ത് ഇവർക്ക് തന്നെ ആ മുടിയിൽ വിശ്വാസമില്ലാത്തതാണ്. അതുകൊണ്ട് തന്നെ അവിടെ സംവാദത്തിന് വന്നപ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, ഇവരുടെ സമ്പന്നതരായ നേതാക്കന്മാർ വന്നിട്ട് ഒരാൾക്ക് പോലും അത് റസൂലുള്ളാഹിന്റേതാണെന്ന് എഴുതാൻ കഴിഞ്ഞില്ല. 3 മണിക്കൂർ സമയം കൊടുത്തു. 3 മണിക്കൂറിന്റെ ഇറങ്ങിപ്പോയി എന്നല്ലാതെ അതുവരെ എഴുതാൻ തയ്യാറായില്ല. ഒരു വട്ടം എഴുതിക്കല്ലേ നിങ്ങൾ കണ്ടില്ല? അന്ന് എഴുതിന്ന് പറഞ്ഞു. നിങ്ങൾക്ക് എന്താ തരം ബേജാറായിരിക്കാം. നമ്മൾ അല്ലെന്ന് സമർത്ഥിക്കാൻ തയ്യാറാണ് പറഞ്ഞു. റസൂലുള്ളാഹിന്റേതല്ല എന്ന് ഉറപ്പിക്കാനും അത് സമർത്ഥിക്കാനും നമ്മൾ തയ്യാറാണ്. അത് അല്ലാന്ന് തന്നെ നമ്മൾ എഴുതി കൊടുത്തു. ആണെന്ന് സമർത്ഥിക്കേണ്ടതും ആണെന്ന് എഴുതിത്തരേണ്ടതുമായ ഇവരാണ്. അവരുടെ ദയനീയമായ രംഗങ്ങൾ ഉൾക്കൊള്ളുന്ന CD നമ്മുടെ സംഘാടകർ നിങ്ങളെ കൊണ്ടുവരും. നിങ്ങളൊക്കെ ഒരു കോപ്പി ഇത് കൈപ്പറ്റുകയും നിങ്ങളൊക്കെ വീടുകൾ ഒഴിവുണ്ടാകുമ്പോൾ അത് കാണുകയും അതോടൊപ്പം തന്നെ പെട്ടുപോയ സഹോദരന്മാർക്ക് അതിന്റെ കോപ്പി കാണിച്ചു കൊടുക്കുകയും ചെയ്യണം. അത് കണ്ടാൽ തന്നെ ഇവരുടെ ഈ വിഷയത്തിലുള്ള കപട നാടകം ഏതൊരാൾക്ക് ബോധ്യപ്പെടുന്നുള്ള ഒരു കാര്യം സാന്ദർഭികമായിട്ട് നമുക്കറിയാം. മാത്രമല്ല ഇനി ശ്രദ്ധിക്കേണ്ടത് ഈ മുടിവാദമായി കൊണ്ട് ഇപ്പോൾ എവിടെ ഇപ്പൊ എവിടെ എത്തി നിർത്തി നോക്കുന്നു? ഇപ്പൊ എവിടെ എത്തി? ഇപ്പോൾ തനി വഹാബിസത്തിലേക്ക് അവർ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. തനി വഹാബിസമാണ് ഇപ്പോൾ ഇവർ പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ സംവാദത്തിൽ ആനയിട്ട് പറഞ്ഞു, ഇത് റസൂലുള്ളാഹിന്റേതാണോ അല്ലേ? എന്താ പറഞ്ഞറിയോ? അത് സാഹിബ കുല്യാണ്. അതൊന്നും വ്യവസ്ഥയിൽ പറയേണ്ട കാര്യമില്ല. സംവാദം നടത്തും പറയേണ്ട കാര്യമാണ്. അപ്പൊ നമ്മൾ ശരിക്കും ചോദിച്ചു, എന്താ സഹോദര സാലിബക്കുലി എന്താണെങ്കിലും ശരിക്കും സംവാദത്തിൽ പഠിപ്പിച്ചരാന്ന് പറഞ്ഞോടുകൂടെ ഇയാൾ പിന്നെ ഉണ്ടാക്കുന്നുണ്ട്. MT അബൂബക്കർ രംഗം കൈകാര്യം ചെയ്യുന്ന സാലിബക്കുലി ഇയാൾ ശരിക്കും കൈകാര്യം ചെയ്യും. അതോടുകൂടെ പിന്നെ ഇയാൾക്കൊന്നും പറയാനില്ല, ഇയാൾക്ക് മിണ്ടാനില്ല. നമ്മൾ ചോദിച്ചു, ഇവിടെ സാലിബക്കുല്ലിയോ മുജവജുദ്ദിയല്ലല്ലോ വിഷയം. ഇവിടുത്തെ വിഷയം റസൂലുള്ളാഹിന്റേത് ആണോ അല്ലേ? അത് മന്ദിക്കല്ല, തർക്കശാസ്ത്രത്തിന്റെ ചർച്ചയാണ് സാലിബക്കുല്ലി. അത് നമുക്ക് സംവാദത്തിൽ ചർച്ച ചെയ്യാം. ഇപ്പൊ അതല്ലല്ലോ പറയേണ്ടത്. MT അബൂബക്കർ ശരിക്കും ചോദിച്ചപ്പോ പിന്നെ അവർക്ക് അതുമുണ്ടാകും. ആയാലും സാലിബക്കുല്ലി ഏതാണ് ഞങ്ങളെ വാദത്തിലുള്ളത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? സമർത്ഥിക്കും എന്നുള്ളതല്ല സാലിബക്കുല്ലി. ഇനി സാലിബക്കുല്യ നിങ്ങൾ പറയുന്നത് ഏതാണ്? ഈ കഥയുടെ മൗദൂഇലല്ലേ സെൽഫിന്റെ സൂറ് കിടക്കുക? എല്ലാ സാധ്യതയും ഒരു സാധ്യതയുമില്ല എന്നാണോ ഞങ്ങളുടെ കഥയുടെ ഞങ്ങളുടെ വാദത്തിന്റെ മൗദൂഇ ഏതാണ്? കിതാബോധി പഠിച്ചണം. എപ്പോഴാണ് ഒരു വാചകം സാലിബ് കുല്ലിയാവുക? ഏതാണ് ഇവിടെ മൗദൂഇൽ സെൽഫ് കുല്ലിയാവാൻ കടന്ന?
കാരന്തൂർ മർക്കബിൽ സൂക്ഷിച്ചിട്ടുള്ള കേസങ്ങൾ നബിയുടേതാണ്. നിങ്ങൾ മറുവാ അങ്ങനെ നിങ്ങളുടെ അത് പറഞ്ഞപ്പോ മൂപ്പരുണ്ട് സാലിബ് കുലു, പിന്നെ അവർക്ക് സാലിബ് കുല്ലി മുജോസിസ് എന്ന് പറയണ്ടായി. വളരെ ദയനീയമായ രംഗന്മാരുണ്ടായിരുന്നു. അതേ 4ാം ക്ലാസ് കാരണം 3 മണിക്കൂർ നീണ്ടു നിൽക്കുന്നവരൊക്കെ പ്രദർശിപ്പിക്കുന്ന സമയമില്ല. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് ഈ മുടിയുടെ വിഷയത്തിൽ ഇപ്പോൾ എവിടെത്തി തനി വഹാബിസത്തിലേക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുശേഷങ്ങൾക്ക് വല്ലാത്ത പ്രത്യേകതയുണ്ടല്ലോ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രസിദ്ധമായ ശരീരത്തിൽ ഒരിക്കലും നേരുണ്ടാവുകയില്ല. നമ്മളൊക്കെ ചെറുപ്പത്തിലേ പറയാറില്ല റസൂലുള്ളാഹിക്ക് എന്തില്ല, നേരില്ല. ഇപ്പൊ ഇവരുടെ ഇപ്പൊ ഇവരെ മുടിക്ക് നേരില്ല. അപ്പൊ നേരില്ല എന്ന് പറഞ്ഞാൽ കൊളാകുമല്ലോ. അപ്പൊ ഇവർ പറയാൻ തുടങ്ങി റസൂലുള്ളാഹിക്ക് എപ്പോഴും നേരില്ല എന്ന് അർത്ഥമല്ല, ചിലപ്പോ ഉണ്ടാകാം. അത് ആരാ പറയുന്നത്? ഇതിന്റെ ആലിമുകളെല്ലാം ആ പേരോട് പ്രസംഗത്തിന് ചോദ്യോർത്താവ് ചോദിച്ച പേരോടിനോട് നേരില്ല എന്നാണ് നമ്മൾ പറയാറുള്ളത്. നിങ്ങളെ പ്രസംഗത്തിന് ഇപ്പൊ നേരുണ്ടാവും പറഞ്ഞല്ലോ. അപ്പൊ അദ്ദേഹം പറയാൻ തമ്മിൽ വൈരുദ്ധ്യമില്ല, നേരുണ്ടാവുകയും ചെയ്യാം, ഇല്ലാതിരിക്കുകയും ചെയ്യാം. വഹാബികളുടെ ആശയത്തിനൊക്കെ പോയിക്കൊണ്ടുള്ളൂ. ഉസ്താദ് പ്രസംഗത്തിൽ നേരത്തെ ഉദ്ധരിച്ച ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിഴൽ കണ്ടു എന്ന് പറഞ്ഞുവല്ലോ. അപ്പോൾ നബി തങ്ങൾക്ക് നിഴൽ ഉണ്ടാവാറില്ല എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിഴൽ കണ്ടു എന്ന് നേരത്തെ ഞാൻ മുസ്നദിൽ ഹദീസ് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നിഴൽ ഉണ്ടാകാറില്ല എന്ന് സാധാരണ പറഞ്ഞു കേൾക്കാറുണ്ടല്ലോ. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ എതിരാവുകയില്ലേ എന്നാണ് ചോദ്യത്തിന്റെ ആകത്തുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നിഴൽ ഉണ്ടാകാറില്ല എന്ന് പറയുന്നതും ഇവിടെ നിഴൽ കണ്ടു എന്ന് പറയുന്നതും തമ്മിൽ എതിരില്ല. എന്തുകൊണ്ട്? നിഴലുണ്ടാകാറില്ല എന്ന് പറഞ്ഞത് ഒരു സമയത്തും ഒരിക്കലും ഒരു നിലക്കും നിഴലില്ല എന്നല്ല. നിഴൽ ഉണ്ടാകാറുണ്ട് എന്ന് പറഞ്ഞത് എപ്പോഴും എവിടെയും എങ്ങനെയും നിഴലുണ്ടാകാറുണ്ട് എന്നുമല്ല. ഞാൻ പറഞ്ഞത് മനസ്സിലാക്കാം. എപ്പോഴും എവിടെയും എങ്ങനെയും നിഴലുണ്ടാകാറുണ്ട് എന്നല്ല, ഉണ്ട് എന്ന് പറഞ്ഞതിനർത്ഥം ആ സമയത്ത് അപ്പോൾ നിഴൽ കണ്ടിട്ടുണ്ട്. അതേ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ചിലപ്പോൾ നിഴൽ കാണാറില്ല. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ അതിനെ സംബന്ധിച്ച് പറഞ്ഞു. എന്താ പറഞ്ഞത്? സൂര്യന്റെയും ചന്ദ്രന്റെയും വെളിച്ചത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോകുമ്പോൾ കാന ലാ യഖഉ അലൽ അർളി, അതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തണല് കാന ലാ യഖഉ അലൽ അർളി, അത് ഭൂമിയിൽ പതിക്കാറില്ല. അതെന്തോ കിതാബിൽ പറഞ്ഞ ഇന്നല്ലഹു സല്ലല്ലാഹു അലൈഹി വസല്ലം കാന ലാ യഖഉ അലൽ അർളി, ഭൂമിയിൽ സംഭവിക്കാറില്ല എന്ന് പറഞ്ഞത്. ഇയാൾ പറഞ്ഞാ ചിലപ്പുണ്ടാവാം ചിലപ്പുണ്ടാവാറില്ല. ഒരു കിതാബിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. ചിലപ്പുണ്ടാവാം ചിലപ്പുണ്ടാവാതിരിക്കും പറഞ്ഞിട്ടില്ല. ഇയാൾ ആശയം സമർപ്പിക്കാൻ വേണ്ടി, കാരണം ഇവരെ മുടി പരിശോധിക്കാൻ നേരുണ്ടാവും. അപ്പൊ അതിനെ രക്ഷപ്പെടാൻ വേണ്ടി എടുത്തൊരു മാർഗമാണെന്ത്? ചിലപ്പുണ്ടാവാൻ ചിലപ്പുണ്ടാവാതില്ല. അപ്പൊ ഒരു കാലത്ത് മർക്കസിലെ മുടി പരിശോധിക്കുന്നത് എന്ത് പറയും? നേരെ കണ്ടാൽ ഞാൻ വന്നേ പറഞ്ഞില്ലേ, ചിലപ്പോഴുണ്ടാവാം ചിലപ്പോഴുണ്ടാവാതിരിക്കാം. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങൾ ചിന്തിക്കുക, വിദഅത്തിലേക്കാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ പണ്ടേ പറഞ്ഞു ആ മുടിയൊന്ന് പരിശോധിക്കാൻ നമുക്ക് നേരുണ്ടോ എന്ന് നോക്കിക്കൂടെ, നേരുണ്ടോ ഇല്ലേ എന്ന് നോക്കിക്കൂടെ. അപ്പോൾ പറഞ്ഞാൽ അത് യുക്തിവാദമാണ്, നേരുണ്ടോ എന്ന് നോക്കാൻ പാടില്ല. നേരുണ്ടോ നോക്കുന്ന യുക്തിവാദമാണ്. പേരോട് പ്രത്യേകിച്ച് യുക്തിവാദമാണ്. എന്നാ പിന്നെ ഇവരെ കൂട്ടത്തിൽ അറിയപ്പെട്ട പ്രഭാഷണങ്ങൾ അബ്ദുൽ ഖാദർ ഹസ്നി മമ്പീരി അടുത്തുള്ളത്. അയാൾ റസൂലുള്ളാഹിനെ നേരെ പരിശോധിക്കാൻ പോയത് പറയുന്നുണ്ടല്ലോ. മറ്റൊരു മാർഗം നമ്മൾ പറഞ്ഞു, കത്തിച്ചു നോക്കാൻ. കത്തിക്കാൻ പാടില്ല. അപ്പൊ പേരോടുള്ള ഒരാൾ ചോദിച്ചു, ഔറംഗസീബ് വലിയ മഹാനല്ലേ, മഹാനോട് കത്തിച്ചു നോക്കിയിട്ടില്ലേ? അപ്പോ ഔറംഗസീബൻ കത്തിച്ചില്ലേ ചോദിച്ചു. പേരോടിന്റെ മറുപടി എന്താണിയോ? അത് ഔറംഗസീബ് വലിയ അതും കത്തിച്ചതാണ്. ഔലിയാക്കളിനെ കത്തിച്ച് നമുക്കൊന്നും കത്തിച്ചു. വലിയ വലിയ മഹാന്മാർ പോലും പരിശോധിച്ച് നോക്കിയ രീതി എങ്ങനെയാ? കത്തിച്ചു നോക്കിയിട്ടാണ്. എന്താ കത്തിച്ചു നോക്കുകയോ അഗ്നിക്കിരയാക്കുകയോ അത് ഹൈന്ദവ വിശ്വാസമാണ്. അപ്പൊ ഔറംഗസീബ് ഹൈന്ദവ വിശ്വാസം എന്ന് പറഞ്ഞിട്ടില്ലേ?
പേരോട് ചോദിക്കട്ടെ, പേരോട് പറഞ്ഞിട്ടുള്ളൂ. മുഗൾ രാജാവായ ഔറംഗസീബിന്റെ കാലത്ത് തിരികേശം കത്തിച്ചതായി പറഞ്ഞു കേൾക്കുന്നുണ്ടല്ലോ. ഔറംഗസീബും ഒരു വലിയായിരുന്നു എന്നാണ് എന്റെ അറിവ്. അദ്ദേഹം ചെയ്തതും നമുക്ക് അത് ചെയ്യാം എന്നതിന് തെളിവില്ല. അദ്ദേഹത്തിന് ഇൽഹാം കിട്ടിയേക്കാൻ സാധ്യതയുള്ള ഒരു വലിയ മഹാനാണ് അദ്ദേഹം. എന്ത് അയാൾ വലിയ മഹാനായതുകൊണ്ട് ഇൽഹാം കിട്ടിയോണ്ട് ചെയ്തായിരിക്കാം. വലിയ മഹാന്മാർ ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റില്ല. മഹാന്മാർ ചെയ്തു നോക്കല്ലേ പേരോട് ചെയ്യുന്നത്. ഇവർ പറഞ്ഞാ കത്തിക്കാൻ പാടില്ല, അത് ഹൈന്ദവ വിശ്വാസമാണെന്നാ. അപ്പൊ ഔറംഗസീബ് ചെയ്തതോ അത് വലിയ വലിയായതുകൊണ്ട് ചെയ്തതാണ്. നിങ്ങൾ ആലോചിച്ചു, ശരിയായ വഹാബിസത്തിലേക്കാണ് പോകുന്നത്. അടുത്ത വഹാബികളാശയത്തിലേക്കാണ് പോകുന്നത്. എന്നിട്ടോ ഇപ്പോൾ പറയുന്നത് കത്തിച്ചാൽ ഒരു പക്ഷേ കത്തിപ്പോകാം, ടോർച്ചടിച്ച് നോക്കിയാൽ ഒരു പക്ഷേ നേരുണ്ടാവാം. എന്തേ കാരണം? റസൂലുള്ളാഹിന്റെ പ്രത്യേകത അത് ജീവിതകാലത്തേക്ക് മാത്രം ബാധകമാ. എന്നാ പിന്നെ എന്തിനാ കൂട്ടരെ മുടിട്ട വെള്ളം കുടിക്കുന്നത്? അത് ജീവിതകാലത്ത് മാത്രമല്ല ബാധകമുള്ളൂ. പിന്നെ മുടിട്ട വെള്ളം എന്തിനാ കൊടുക്കുന്നത്? കൊടുക്കാൻ പാടില്ലല്ലോ. പ്രത്യേകത ജീവിതകാലത്തേക്ക് മാത്രം ബാധകമാണെങ്കിൽ ഈ മുടിയുടെ പ്രത്യേകത എപ്പോഴുണ്ടാവുള്ളൂ? ഇനി ഇവർ പറയും പോലെ റസൂലുള്ളാഹിനെ സമ്മതിക്കാം, എന്നാ പിന്നെ അത് ജീവിതകാലത്തേക്ക് മാത്രമല്ലേ ബാധകമുള്ളൂ. ആരാ പറയുന്നത്? പൊന്മുളക്കൽ ഖാദിർ മുസ്ലിയാർ. പൊന്മുളക്കാരൻ പറയുന്നു അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രത്യേകത ജീവിതകാലത്തേക്ക് മാത്രം ബാധകമാണ്. സുന്നികളായ നമ്മുടെ വിശ്വാസം എന്താ? അമ്പിയാക്കുള്ള മഅ്ജിസത്ത്, ഔലിയാക്കുള്ള കറാമത്ത് അവരുടെ മരണത്തോടുകൂടെ മുറിയില്ല. അമ്പിയാക്കളുടെ മഅ്ജിസത്ത് മരണത്തോടെ മുറിയുന്നില്ല. അതുകൊണ്ടാണല്ലോ മുടിക്ക് പ്രത്യേകത ഇപ്പോഴും ഉണ്ടാകുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ ശരീരം കണ്ടോ ഇന്നും മണ്ണ് തിന്നിട്ടില്ല. ഇന്നല്ലാഹ ഹറമ അലൽ അർളി അൻ തഅകുല അജ്സാദൽ അംബിയാ. എന്തേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ ശരീരത്തിൽ മണ്ണ് കയറുന്നതിനെ, പുഴുക്കൾ തിന്നുന്നതിനെ അല്ലാഹു ഹറാമാക്കിപ്പോയി. ഇന്നൊരു കുഴപ്പമില്ല. ഇവരെ വാദപ്രകാരം അതൊക്കെ ജീർണിച്ചുപോയി. ഇത് ലോകത്ത് പറഞ്ഞതാരാ? ജമാഅത്തെ ഇസ്ലാമിക്ക. ജമാഅത്തെ ഇസ്ലാമിയല്ലേ അവരുടെ പ്രബോധന മാസികയല്ലേ എഴുതി വെച്ചത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മറവ് ചെയ്യാനുള്ള കാരണം പറഞ്ഞപ്പോ പ്രബോധനത്തിൽ ജമാഅത്തെ ഇസ്ലാം എഴുതി വെച്ചതെന്താ? പുറത്തു വെക്കാതെ ജീർണിച്ചു പോകും, ജീർണിച്ച് ദുർഗന്ധം അടിച്ചു പോകും. അത് വമിക്കാൻ, അത് സഹിക്കാൻ പരിസരത്തുള്ള ആളുകൾക്ക് സാധ്യമല്ല. അതുകൊണ്ടാണ് റസൂലുള്ളാഹിനെ മറവ് ചെയ്യുന്നത്. ഇവരും പറയുന്നു റസൂലുള്ളാഹിന്റെ പ്രത്യേകത ജീവിതകാലത്തേക്ക് മാത്രം ബാധകമാ. ജമാഅത്തെ ഇസ്ലാമിലേക്കല്ലേ ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത്? വിജയത്തിലേക്കല്ലേ ചേക്കേറിക്കൊണ്ടിരിക്കുന്നത്? മുജാഹിദിന്റെ ആശയമല്ലേ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? മുസ്ലിമീങ്ങളെ പെട്ടുപോകണ്ട, ആക്ടിവിറ്റി മോശമായി പോകുന്നു. വളരെ ഗൗരവം. ഞാൻ ചോദിക്കട്ടെ, അല്ലാഹുവിന്റെ അമ്പിയാക്കൾക്ക് ഔലിയാക്കൾക്ക് മരണാനന്തര കഴിവില്ല എന്ന വാദം സമ്മതിക്കുകയാണെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഇസ്തിഹാസക്ക് പിന്നെന്തർത്ഥമാവും? നമ്മളൊക്കെ അമ്പിയാക്കളെ വിളിച്ച് സഹായം തേടാറില്ലേ? ഔലിയാക്കളെ വിളിച്ച് സഹായം തേടാറില്ലേ? മമ്പറത്തേക്ക് പോകാറില്ലേ? മമ്പറത്ത് പോയിട്ട് മമ്പറത്ത് പാപ്പാനെ വിളിച്ചുകൊണ്ട്, മമ്പറത്തങ്ങളെ വിളിച്ചുകൊണ്ട് സഹായം തേടാറില്ലേ? മരണപ്പെട്ടവർക്ക് സഹായിക്കാൻ കഴിയില്ല എന്ന് പറയേണ്ടി വരില്ലേ? മരണത്തോടെ കഴിവുകളൊക്കെ മുറിഞ്ഞുപോയാൽ എന്തിനാണ് ഒരു വലിയനെ വിളിക്കുന്നത് എന്ന വഹാബികളെ ചോദ്യം പോലെ ഇവരെ ചോദ്യവുമായി തീരില്ലേ? വഹാബിസത്തിലേക്കല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത്? അല്ലാഹുവിന്റെ അമ്പിയാക്കൾ, ഔലിയാക്കൾ എത്ര പേരെയാ മരണാനന്തരം സഹായിച്ചത്? കണ്ടോ, സയ്യിദുനാ സിദ്ദീഖ് തങ്ങൾ വഫാത്താകുന്നു. ഞങ്ങളെ ജനാസ കൊണ്ടുപോവുകയാണ്. റസൂലുള്ളാഹിന്റെ ഹദ്റത്തിലേക്ക് കൊണ്ടുപോകുമ്പോ സിദ്ദീഖ് തങ്ങൾക്കൊരു വസിയത്തുണ്ടായിരുന്നു. എന്നെ അവിടെ മറവ് ചെയ്യുന്നതിന് മുമ്പ് റസൂലുള്ളാഹിന്റെ സമ്മതം വാങ്ങിയിരിക്കണം. അങ്ങനെ ജനാസ കൊണ്ടുപോയി റസൂലുള്ളാഹിന്റെ പരിശുദ്ധമായ ആ ഖബർ ശരീഫിന്റെ അരികിലെത്തിയപ്പോൾ ആരോ വിളിച്ചു പറഞ്ഞു, അതാ അബൂബക്കർ ഫിൽ ബാബ് യാ റസൂലല്ലാഹ്, നബിയേ സിദ്ദീഖ് തങ്ങളെ ജനാസയാ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. സമ്മതമാണോ?
സമ്മതമാണോ? തങ്ങളുടെ ജനാസ കൊണ്ടുപോയി റസൂലുള്ളാഹിന്റെ പരിശുദ്ധമായ ഖബറിനരികിൽ വെച്ച് വിളിച്ചു ചോദിക്കുമ്പോ റസൂലുള്ളാഹിന്റെ മറുപടിതാ അവിടുന്ന് വരികയാണ്, കൊണ്ടുവരൂ കൊണ്ടുവരൂ. മരണപ്പെട്ടുപോയ പുണ്യനബിയുടെ ഖബറിന്റെ ഉള്ളിൽ നിന്നാണ് ചുമീരി കേൾക്കുന്നത്. മറ്റൊരു സംഭവം നോക്കൂ നിങ്ങൾ. സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തന്റെ അവസാന സമയം ജയിലിൽ കിടക്കുന്ന സമയമാണ്. തനിക്കൊരു ദിവസം നോമ്പാണ്. നോമ്പ് കുടിക്കാൻ വെള്ളം ചോദിക്കുമ്പോ ശത്രുക്കൾ വെള്ളം കൊടുക്കുന്നില്ല. എന്റെ പ്രിയപ്പെട്ട ഭാര്യ നായിലയെ വിളിച്ചിട്ട് പറഞ്ഞു, മോളെ നായില, ഒരൽപ്പം വെള്ളം കിട്ടുമോ? നായില അന്വേഷിച്ചു നോക്കി, പക്ഷേ കിട്ടിയില്ല, ആരും കൊടുക്കുന്നില്ല. കുടിക്കാൻ വെള്ളം കൊടുക്കുന്നില്ല, നോമ്പ് തുറക്കാൻ വെള്ളം കൊടുക്കുന്നില്ല. നായില ദൂരത്തേക്ക് ഓടിപ്പോവുകയാണ്. ഓടി ഓടി ഒരവസാനം വരച്ച് വെള്ളം കിട്ടുന്നു. ആ വെള്ളപാത്രമായി ഓടി ഉസ്മാൻ അടുക്കലെത്തിയപ്പോഴേക്ക് സുബഹിയുടെ ബാങ്ക് കൊടുത്തിരിക്കുന്നു. ഈ കിട്ടിയ വെള്ളം നീട്ടിക്കൊടുക്കുന്നു. ഭർത്താവിനോട് പറയുന്നു, ഭർത്താവേ, നോമ്പ് മുറിക്കുക വെള്ളമെന്ന് പറയുമ്പോ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, നായില, എനിക്ക് വെള്ളം വേണ്ട പെണ്ണേ, എനിക്കിന്നും നോമ്പാ. നായില റളിയല്ലാഹു അൻഹ ചോദിക്കുന്നു, ഉസ്മാൻ അമീറുൽ മുഅ്മിനീൻ, എങ്ങനെയാണ് ഇന്നലെ നോമ്പ് മുറിക്കാതെ ഇന്ന് താങ്കൾ നോമ്പ് നോക്കുക? ഒരു നോമ്പ് മുറിക്കാതെ അടുത്ത നോമ്പ് നോക്കാൻ പാടില്ലല്ലോ. ഉടൻ തന്നെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറയാണ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ പറയുന്നു, നായില, ഇന്നലെ രാത്രി എന്നോട് ഞാൻ വെള്ളം ചോദിച്ചല്ലോ, നീ വെള്ളത്തിന് വേണ്ടി ഓടിപ്പോയല്ലോ, എനിക്ക് ശത്രുക്കൾ വെള്ളം തന്നില്ലല്ലോ. ആ സമയത്ത് നായില നോമ്പ് മുറിക്കാൻ സമയമായപ്പോ ഇന്നലതാ ഞാൻ ഈ കിടക്കുന്ന ഈ വീട്ടു തടങ്കലിൽ കിടക്കുമ്പോ ഈ വീടിന്റെ മുകളിലോടുകൾ ഇളകുന്ന ശബ്ദം കേൾക്കുന്നു. ഞാൻ മുകളിലേക്ക് നോക്കുമ്പോ നായില, എന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒരു ബക്കറ്റുമായിട്ട് വന്നുകൊണ്ട് പറഞ്ഞു, ഉസ്മാൻ, ദാഹിക്കുന്നുണ്ടോ ഉസ്മാൻ? ഇതാ വെള്ളമെന്ന് പറയുമ്പോ വെള്ളം തരുന്നു, എനിക്ക് വേണ്ടവോളം വെള്ളം തന്നു, ഞാൻ കുടിച്ചു നായില, വേണ്ടവോളം വെള്ളം കുടിച്ചു. വഫാത്തായി പോയ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു സഹായിക്കുന്നു. ഇവരുടെ വാദനം കടമെടുത്താൽ പറയേണ്ടി വരും, ഉസ്മാൻ റളിയല്ലാഹു അൻഹു കളവ് പറഞ്ഞെന്ന് പറയേണ്ടി വരും. മുസ്ലിമീങ്ങളെ ഗൗരവത്തോടാണ് ഞാൻ എടുത്തുകൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന സമയം നേരെ വൈകിയിട്ടുണ്ട്. താൽക്കാലികമായി ഇപ്പോൾ നിർത്തുന്നു. വേണ്ടി വന്നാൽ ബാക്കിയുള്ള കാര്യം നമുക്ക് പിന്നീട് പറയാം. എല്ലാവരും ഉണീറ്റ് വരുമ്പോൾ സ്വലാത്ത് ചൊല്ലി നമുക്ക് ദുആ ചെയ്തുകൊണ്ട് ചെയ്യാം. നല്ലൊരു സദസ്സാണ്, ഇത്രയും ആളുകൾ പങ്കെടുത്ത സദസ്സാണ്. ദുആക്ക് ഉത്തരം മുട്ടുന്നുള്ള കാര്യം ഉറപ്പാണ്. എല്ലാവരും ആത്മാർത്ഥമായി കൊണ്ട് പങ്കുചേരുക. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ്